പ്ലസ് ടുവിൻ്റെ നമ്മൾ തുടക്കം പ്ലസ് ടുവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനൊക്കെ ആനിമൽ സുവോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഗമാണിത്. കാരണം ഇത് പ്ലാന്റ്സിൻ്റെയാണ്. അതുകൊണ്ട് എന്താ സാർ എത്ര ബുദ്ധിമുട്ട്, നമുക്ക് ആ ഒരു ഇമാജിനേഷൻ കിട്ടൂല. അങ്ങനെയുള്ളൊരു ഏരിയയാണ് ഈ ഒരു ചാപ്റ്റർ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ സാറ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ചാപ്റ്ററിന് നമുക്ക് നമ്മുടെ ഫൈനൽ എക്സാമിനൊക്കെ ഒരു 7-8 മാർക്കൊക്കെ വെയിറ്റേജ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ഒരു പവർ മനസ്സിലായിട്ടുണ്ടാവും. 8 മാർക്ക് നമുക്ക് വേണമെങ്കിൽ വെയിറ്റേജ് പ്രതീക്ഷിക്കാം. നീറ്റിനൊക്കെ എങ്ങനെ പോയാലും ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ പോയാലും കിട്ടേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആർക്കും ഒഴിവാക്കാൻ പറ്റൂല. ഓണപരീക്ഷയൊക്കെ പറയേണ്ട പല സ്കൂളിലും ഇത് മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ 30 മാർക്കിന് ഓണപരീക്ഷേൻ്റെ സാധനമാണ്. എടാ ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു സാധനം, ഒരേ ഒരു സാധനം, ആരെ പറ്റി മനസ്സിലാക്കണം, ഫ്ലവറിനെ പറ്റി. ടു സെറ്റ് ഫ്ലവറിനെ പറ്റി അറിഞ്ഞ ഒരാൾക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് കാരണം ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് ഫ്ലവേഴ്സ്, ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നടക്കുന്ന റീപ്രൊഡക്ഷനാണ്. പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ നടത്തൽ ഫ്ലവറാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അതും ഫ്ലവറിങ് പ്ലാന്റ്സിലാണ് ഈ പറയുന്നത് കേട്ടോ, ആൻജിയോസ്പേംസിലാണ് ഈ പറയുന്നത്. അപ്പോൾ നോക്ക്, നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇതൊന്നും ഡയറക്റ്റ് ഒരിക്കലും പരീക്ഷയ്ക്ക് വരില്ല കേട്ടോ. പക്ഷേ ഇത് പഠിക്കാൻ ഒരു കുട്ടിക്ക് ഈ ചാപ്റ്ററിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫ്ലവറിൻ്റെതാ ഈ ഒരു ഭാഗം നോക്കി, ഏറ്റവും പുറത്ത് നമുക്ക് ചെമ്പരത്തിയൊക്കെ മനസ്സിൽ വിചാരിക്കാം. ഏറ്റവും പുറത്തുള്ളത് ഈ ഒരു പച്ച കളറുള്ള ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം. ദാ സാർ ഒന്ന് ഷെയ്ഡ് മാറ്റുന്നുണ്ട്, മക്കളൊന്ന് നോക്കടാ. ഇതാ ഈ ഒരു സാധനം കണ്ടില്ല, ഈ ഒരു സാധനം അതിൻ്റെ സിംഗിൾ ഓരോ സാധനത്തിന് നമ്മൾ വിളിക്കുക സെപ്പൽ എന്നാണ്. എന്താ വിളിക്കടാ? സെപ്പൽ. ഇത് മൊത്തത്തിൽ അതായത് 1, 2 അങ്ങനെ 3, 4, 5 എണ്ണം ഉണ്ടാവും. അതിന് മൊത്തത്തിൽ നമുക്ക് വിളിക്കാം കാലിക്സ്. അതേപോലെ ഈ ഒരു വലിയ സാധനം കണ്ടോ, നമ്മൾ ചെമ്പരത്തി ആണെങ്കിൽ ആ ചോപ്പ് കളറിൽ അതിൻ്റെ സിംഗിൾ യൂണിറ്റ് നമുക്ക് വിളിക്കാം സെപ്പൽസ്, പെറ്റൽസ്. അത് മൊത്തത്തിൽ ചോപ്പ് ഒറ്റൊന്നല്ലല്ലോ ഉണ്ടാവുക, ഒറ്റ ഇതളാണോ ചെമ്പരത്തിക്ക് ഉണ്ടാവുക? അല്ല, മൊത്തത്തിൽ നമ്മൾ വിളിക്കും കാലിക്സ്. സോ ഇത് കൊറോള. എടാ ഇതൊക്കെ ബേസിക്കാണ്, ഇതൊക്കെ ഫ്ലവറിൻ്റെ മെയിൻ ബേസിക് ഭാഗങ്ങളാണ്. എന്നാൽ ഫ്ലവറിൽ ഇതിലേറെ, ഈ 2 എണ്ണത്തിലേറെ ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടാണ്. മെയിൽ പാർട്ട് എന്താ സാറേ ഈ മെയിൽ പാർട്ട്? ആൺഭാഗം, ആൻഡ്രീഷ്യം. കുട്ടികൾക്ക് പലപ്പോഴും മാറിപ്പോകുന്ന സാറ് കണ്ടിട്ടുണ്ട് മക്കളെ. ആൻഡ്രീഷ്യം ആ അർത്ഥത്തിൽ വായിച്ചാലും മതി. മെയിൽ പാർട്ട്, ഒരു ഫ്ലവറിൻ്റെ മെയിൽ പാർട്ട് ആൻഡ്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റ്, അതായത് ആൻഡ്രീഷ്യത്തിൻ്റെ ഒരൊറ്റ പീസ് ഞാൻ എടുത്തു, അതിന് ഞാൻ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. സാർ എന്തിനാ തുടക്കത്ര ഡെപ്തിൽ പറയുന്നത്? നിർബന്ധമാണ്. നമ്മൾ പണ്ട് മോർഫോളജിയിൽ ഇത് പഠിച്ചാണ് +1. ഓക്കെ, പറടാ. മെയിൽ പാർട്ട് ആൻഡ്രീഷ്യം, അതിൻ്റെ സിംഗിൾ യൂണിറ്റ് സ്റ്റേമൻ. സാറ് ഇതിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്താ സാറ് കാണിച്ചു തരാം. ഈ ഒരു സാധനം കണ്ടോ സാർ, ഈ വട്ടർന്ന് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനങ്ങൾ, അതിൻ്റെ ഈ ഒരു തണ്ട് കണ്ടോ, ഈ ഒരു തണ്ട്, അങ്ങനെ കുറേ ഉണ്ട് അല്ലേ, അതിൻ്റെ ആ സിംഗിൾ ഭാഗം ഇതാ. ഇപ്പോൾ ഈ സ്റ്റേമൻ ഇതാ നോക്കിയടാ, ഇതുണ്ടോ, ഇങ്ങനെയാണ് ആ ചിത്രത്തിൽ കാണുന്നുണ്ടാവുക. കണ്ടോ, ഈ ഒരു സിംഗിൾ ഭാഗത്തിനാണ് നമ്മൾ സ്റ്റേമൻ എന്ന് വിളിക്കുക. ഓക്കെ, അതിൻ്റെ ബാക്കിയിലേക്ക് നമ്മൾ പോകണുള്ളൂ. എന്നാൽ അതേപോലെ തന്നെ ഈ നടുവിൽ കണ്ടോ, നടുവിലൊരു കുന്തമന പോലത്തെ ഒരു സാധനം കണ്ടോ, നടുവിൽ കണ്ടോ, അത് വ്യത്യാസമല്ലേ? അതാണ് ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ട്. ഇത് മനസ്സിലാക്കാതെ ഒരു കുട്ടിക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫീമെയിൽ പാർട്ട് പറടാ, കൊടുക്കടാ മോനെ. ഫീമെയിൽ പാർട്ടിന് എന്താടാ വിളിക്കുക? ഗൈനീഷ്യം. എന്താടാ പറയുക? ഗൈനീഷ്യം. ഇത് ആൻഡ്രീഷ്യം ആണെങ്കിൽ അത് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റിന് എന്താ സാറേ പറയുക? ഒറ്റ കഷ്ണം. ഇതിപ്പോൾ ഒറ്റൊന്ന് മാത്രം എടുത്തതിൽ ഒറ്റൊന്നേ ഇപ്പോൾ കാണുന്നുള്ളൂ അല്ലേ. ആ ഒറ്റൊന്ന് മാത്രം എടുത്താൽ അതിനെ വിളിക്കും കാർപ്പൽ. ഓർ വേറൊരു പേരുണ്ടോ സാറേ? ഉണ്ടടാ, പിസ്റ്റൽ. കാർപ്പൽ ഓർ പിസ്റ്റൽ. മക്കളെ, സാർ ഈ ബോർഡിൽ എഴുതിയ വാക്കുകൾ പഠിക്കുക. ബാക്കി ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കഷന് വരുമ്പോൾ വരും. ഈ ഫിലമെൻ്റ് ഒക്കെ പിന്നീട് എന്താണെന്ന് പറയും കേട്ടോ. ആന്തർ എന്താണ്, സ്റ്റിഗ്മ എന്താണ്, ഒക്കെ സ്റ്റൈൽ എന്താണ്, അതേപോലെ തന്നെ ഓവറി എന്താണ്, എല്ലാം നമ്മൾ ഇതിനുള്ളിൽ പറയുമ്പോൾ വരും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഒരു ഫ്ലവറിൻ്റെ ഈ 4 ഭാഗം പഠിച്ചു വെക്കുക. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്റ്റേമൻ ഏതാണ്. നമ്മളെ ചെമ്പരത്തിയൊക്കെ എടുക്കുമ്പോഴേ കയ്യിൽ ആ മഞ്ഞ സാധനം ആവൂലേ, ആ ഒരു തണ്ടില്ലേ, അതിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. ആ മഞ്ഞ സാധനമില്ലേ, അത് പോളൻ ഗ്രെയിൻസ്. മക്കളെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ബേസിക് ഐഡിയ ഇല്ലാണ്ട് അടുത്തേക്ക് പോകാൻ പറ്റൂല കേട്ടോ. എന്നാലേ ഈ ചാപ്റ്ററിലേക്ക് ഒന്ന് കടക്കടാ. ഫഹദ് സാറിൻ്റെ കൂടെ നിൽക്കടാ മക്കളെ. എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കടാ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടിനെ കുറിച്ചാണ്.
മെയിൽ പാർട്ട്. മക്കൾ പറടാ, മെയിൽ പാർട്ട് ഏതായിരുന്നു സാറേ? ആൻഡ്രീഷ്യം. സാർ അതിന് പകരം അതിൻ്റെ സിംഗിൾ യൂണിറ്റിൻ്റെ പേര് എഴുതാണ്. ഏതാടാ? സ്റ്റേമൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റേമൻ. മക്കളെ സാറ് പറയുന്നത് മാത്രം ഒന്ന് പഠിക്കുക. ഇതാണ് ഒരു സ്റ്റേമൻ. ഓക്കെ, സ്റ്റേമന് 2 ഭാഗം ഉണ്ടാവുക. ഒന്ന് ഫിലമെന്റ് കണ്ടോ, ഈ ഒരു തണ്ട് കണ്ടോ, ഫിലമെന്റ്. പിന്നെ ഈ മുകളിലുള്ള ഒരു ഉണ്ട ഭാഗം, അതാണ് ആന്തർ. വരും. ആന്തറിൻ്റെ പ്രോപ്പർട്ടി പഠിക്കണം. എന്നാ സാറ് പറയുന്നത് കേട്ടോ. എടാ നോക്കടാ. ഈ ആന്തർ ഉണ്ട മേലത്തെ ഉണ്ട ഇങ്ങനെ ഇരിക്കും. 2 ഉണ്ടകൾ ചേർന്ന പോലെ ഉണ്ടാവും. 2 ഉണ്ടകൾ ചേർന്ന പോലെ. പറ മക്കളെ, 2 ഉണ്ടകൾ ചേർന്നാൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ സാറ് പഠിപ്പിക്കാൻ പോകുന്നത് മക്കളെ. ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ് പഠിപ്പിക്കാൻ തോന്നുന്നത്. നോക്കടാ, 2 ഉണ്ടകൾ ചേർന്നതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബൈലോബ്ഡ്. പഠിച്ചു വെച്ചോ, ബൈലോബ്ഡ്. 2 ലോബ് പോലെ 2 ഉണ്ടകൾ. മാത്രല്ല അടുത്ത പോയിന്റാണ് ഡൈത്തീക്കസ് എന്ന് പറഞ്ഞാൽ 2 അറകൾ. അതെന്താന്ന് നോക്കാം കേട്ടോ. ഓരോ ലോബിലും 2 അറകളാണ്. ഈച്ച് ലോബ് ഹാസ് ഡൈത്തീക്കസ്, 2 അറകൾ. പിന്നെ ടെട്രാഗോണൽ എന്ന് ഉദ്ദേശിച്ചാൽ 4 സൈഡ്. എത്ര സൈഡാണ്? 4 സൈഡുകളാണ് വരിക. 4 സൈഡുകൾ, 4 മൂലകൾ. ഓക്കെ, ഐഡിയ ഉണ്ടല്ലോ മക്കളെ. ആന്തറിൻ്റെ പ്രോപ്പർട്ടീസ് എൻ്റെ മക്കൾ ഒന്ന് പഠിച്ചു നോക്കിയടാ. ബൈലോബ്ഡ്, ഡൈത്തീക്കസ്, ടെട്രാഗോണൽ. സാർ ഒരു സംശയം പറയാം. ഡൈത്തീക്കസ് എന്ന് പറഞ്ഞാൽ ഓരോ ലോബിലും 2 തീക്ക. അപ്പോൾ ഒരു ആന്തറിൽ എത്ര തീക്ക ഉണ്ടാവും? 4 തീക്ക ഉണ്ടാവും. 4 അറകൾ ഉണ്ടാവും കേട്ടോ. അത് ഓർത്ത് വെച്ച്. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാറ് ചെയ്യാൻ പോകുന്നത്, ഈ ആന്തറില്ലേ ഉണ്ട സാർ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെട്ടി മുറിച്ചാണ്. ഇതാ നോക്കിക്കോ, ക്രോസ് സെക്ഷൻ ചെയ്തു സാറ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുക? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. അതിൻ്റെ രൂപം സാറ് പറഞ്ഞുതരാം. കറക്റ്റ് ഫിഗർ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പഠിക്കാം. ഈ ഒരു അറ നോക്കിയേ. ഇതിൽ സാറേ ഒന്ന് പറയുന്നത്, സാർ ഇങ്ങനെ കൈ കൊണ്ട് കാണി, ജസ്റ്റ് കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇത്ര ഭാഗം. ഓക്കെ, ഈ ഒരു ഇത്ര ഭാഗം ഒറ്റ ലോബാണ്. ഇവിടുന്ന് ഈ ഒരു ഭാഗം ഇത് വേറൊരു ലോബാണ്. അപ്പോൾ പറയാം, ഈ ഒരു ലോബിൽ, ഈ ഒരു ഉണ്ടയിൽ, ഈ ഒരു ഇത്ര ഭാഗത്തിൽ എത്ര അറകളുണ്ട്? 1, 2. അതാണ് ഡൈത്തീക്കസ്. പറ, എത്ര മൂലകളുണ്ട്? 1, 2, 3, 4. സിമ്പിൾ. ആന്തറിൻ്റെ ഉള്ളിൽ ഒരു അറ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു അറ ഉണ്ടാവും. എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു അറ ഇവിടെ ഉണ്ടാവും. ഈ സൈഡിലുണ്ടാവും, എല്ലാ സൈഡിലും ഉണ്ടാവും. കണ്ടോ, എല്ലാ സൈഡിലും ഇങ്ങനെ അറകളുണ്ടാവും. കണ്ടില്ലേ കണ്ടോ, ഇങ്ങനെ 4 അറകളാണ് ഉണ്ടാവുക. 4 അറകൾ. എടാ, ഈ അറയ്ക്ക് നമ്മൾ വിളിക്കുന്ന, ഈ ഒരു അറയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഒന്ന് ശ്രദ്ധിക്കടാ. ഈ ഒരു അറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. എന്താടാ മക്കളെ പേരൊന്ന് പറഞ്ഞേടാ. ആ ഒരു അറയ്ക്ക് അപ്പോൾ പറ, എത്ര അറകളുണ്ട്? 4. അപ്പോൾ ഈ അറകൾക്ക് നമുക്ക് മൊത്തത്തിലൊരു പേരും കൂടി പറയാം. എന്ത്? മൈക്രോസ്പൊറാഞ്ചിയം. പറ, അപ്പോൾ എത്ര മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്? 4 എണ്ണം. മറക്കരുത്. 1, 2, 3, 4. അപ്പോൾ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ലെയേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്തായാലും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ഇയർ ഓഫ് ദ ഇന്ത്യ ഓഫ് ദ വേൾഡ് ആണ്. എന്തായാലും വരും. ഓൺ എക്സാമിനൊക്കെ ഇങ്ങനെ പെടച്ച് എഴുതാൻ പറ്റുന്ന സാധനമാണ്. പിടിച്ചോ. ഔട്ടർ ലെയർ എപ്പിഡെർമിസ്. തൊട്ട് താഴെ പേര് എഴുതുമ്പോൾ ശ്രദ്ധിച്ചേ, എൻഡോത്തീഷ്യം. എടാ ശ്രദ്ധിക്കണം മോനെ. പെട്ടെന്ന് പേര് വരുമ്പോൾ എപ്പിഡെർമിസ്, എൻഡോഡെർമിസ് എന്ന് പറയാൻ പോകും. പക്ഷെ അതല്ല, ശ്രദ്ധിച്ചോ. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം. അതിൻ്റെ ഉള്ളിലുള്ള ലെയറിനെ നമുക്ക് വിളിക്കാം മക്കളെ മിഡിൽ ലെയർ മോനെ. അതിൻ്റെ ഉള്ളിലുള്ള ലെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെയർ ടപ്പിറ്റം. ടപ്പീറ്റം. സാർ എന്തായി ഇങ്ങനെ വേറെ കളറിലൊക്കെ എഴുതുന്നത്? പറഞ്ഞുതരാം, അവിടെ കട്ടെ. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ 4 ലെയേഴ്സ് എൻ്റെ മക്കൾ പഠിച്ചില്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ നോക്കടാ, ഈ ഫസ്റ്റത്തെ 3 ലെയർ ഇല്ലേ? ഫസ്റ്റത്തെ 3 ലെയർ സാർ എഴുതുന്ന പോലെ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റത്തെ 3 ലെയറിൻ്റെ ഫംഗ്ഷനാണ് ചോദിക്കുക. ഇപ്പോൾ സാർ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. നമ്മൾ ആന്തർ എടുത്തു, ആന്തർ മുറിച്ചു, അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഈ ഓരോ അറകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. അതിൻ്റെ ലെയേഴ്സാണ് ഈ പറയുന്നത്. നോക്ക്, 3 ലെയേഴ്സിൻ്റെ ആദ്യത്തെ 3 ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താ നോക്കിക്കേടാം. പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ്. എന്താ സാർ അതിൻ്റെ അർത്ഥം? എടാ, പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. ഡെഹിസൻസ്,
പൊട്ടിക്കുക. സംരക്ഷിക്കുകയും പൊട്ടിക്കുകയും ചെയ്യണം. വേണടാ, ആവശ്യമുള്ളപ്പോൾ സംരക്ഷിക്കണം, ആവശ്യം കഴിഞ്ഞാൽ നല്ല നാലടിയും കൊടുക്കണം. അതല്ല സംഭവം. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ എന്താ വെച്ചാൽ ഇതിനുള്ളിൽ ആരായിരിക്കും മക്കളെ ഭാവിയിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ആരായിരിക്കും? പോളൻ ഗ്രെയിൻസ് അല്ലേ ഭാവിയിൽ ഇതിനുള്ളിലാട്ടോ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എടാ, ഈ പോളൻ ഗ്രെയിൻസിനെ സംരക്ഷിക്കാം. അത് കഴിഞ്ഞ് വളർന്ന് മെച്ചുറായി കഴിഞ്ഞാൽ അതിനവിടെ എടുത്ത കള്ളാണോ? അല്ലട്ടോ, അതിനെ പൊട്ടിച്ചണം. അപ്പോൾ പൊട്ടിക്കാനും ഇവർ തന്നെയാണ്, സംരക്ഷിക്കാനും പൊട്ടിക്കാനും. എന്നാ പറടാ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടപ്പീറ്റം? ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. നരിഷ് പോളൻ ഗ്രൈൻസ്, ഡെവലപ്പിംഗ് പോളൻ ഗ്രൈൻസ്. എടാ, വളർന്നു വരുന്ന പോളൻ ഗ്രൈൻസിന് ഫുഡ് കൊടുക്കാൻ ഒരാൾ വേണം. അതാണ് ടപ്പീറ്റം. വളർന്നു വരുന്നവന് ഭക്ഷണം കൊടുത്ത് വലുതാക്കണമെടാ. അതാണ് ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ. ഈ ടപ്പീറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താ സാറേ എഴുതുക? എന്നാ പിടിച്ചോ, ഡെൻസ് സൈറ്റോപ്ലാസം, നല്ല അടിപൊളി സൈറ്റോപ്ലാസം, കുറേയുള്ള സൈറ്റോപ്ലാസം, നല്ല തിക്കായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്. ഡെൻസ് സൈറ്റോപ്ലാസം, പിന്നെ ബൈന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. മൾട്ടിന്യൂക്ലിയേറ്റഡ് എന്ന് പഠിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, ടപ്പീറ്റം പറഞ്ഞടാ. ടപ്പീറ്റത്തിൻ്റെ 2 പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഡെൻസ് സൈറ്റോപ്ലാസം, ബൈന്യൂക്ലിയേറ്റഡ്. ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ നരിഷ് പോളൻ ഗ്രൈൻസ്. മതി, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സാറ് ചോദിക്കട്ടെ, ഇതിൻ്റെ പേരെന്താ? ഈ സഞ്ചിയുടെ പേരെന്താ? മൈക്രോസ്പൊറാഞ്ചിയം. അതിൻ്റെ ഉള്ളിൽ ഭാവിയിൽ പോളൻ ഗ്രൈൻസ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക് ഓക്കെ അല്ലേ മക്കളെ? ഇന്നവിടെ നോക്ക്, ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ചിത്രം. നോക്ക്, ഇതാണ് ആന്തറിൻ്റെ ചിത്രം, ഇതാണ് ഫിലമെൻറ്റ്. കണ്ടോ, അതിനെ വെട്ടി. അപ്പോൾ ഇതാണ് കണ്ടോ പോളൻ ഗ്രൈൻസ് കണ്ടോ. ഇത് ലൈൻ ഓഫ് ഡെഹിസൻസ്, ആ പൊട്ടിക്കണ വര. ദാറ്റ് ഈസ് ലൈൻ ഓഫ് ഡെഹിസൻസ്. വേണമെങ്കിൽ വരാം. ഇത് പോളൻ ഗ്രൈൻസ് ഉള്ള സഞ്ചില്ലേ, പോളൻ സാക്ക്. അയ്യോ സാറേ, എന്താ ഈ പോളൻ സാക്ക്? അങ്ങനത്തെ ടേം ഒന്ന് പറഞ്ഞ് ഞങ്ങളെ ഇടങ്ങറാക്കല്ലേ. എന്നാ നോക്കിക്കോ എൻ്റെ മക്കളൊന്ന് നോക്കിക്കട്ടോ. സാറ് പറയണ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എടാ, നമ്മൾ നേരത്തെ പറഞ്ഞ അറിയില്ലേ മൈക്രോസ്പൊറാഞ്ചിയം? അത് പരീക്ഷയ്ക്ക് വരെ മൈക്രോസ്പൊറാഞ്ചിയം ഭാവിയിൽ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഡെവലപ്പാണ് സാർ ഷോട്ടെ. മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കുക, പോളൻ സാക്ക്. എന്താണ് ഉണ്ടാവുക? പോളൻ സാക്കാണ് ഉണ്ടാവുക മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ കാണുന്ന മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇൻസൈഡ് ഉള്ളിൽ സാറ് കുറേ കുത്തിട്ടിന്നില്ലേ, അത് ശരിക്കും ആരാന്നറിയോ? ശരിക്കും അവൻ്റെ പേര് മൈക്രോസ്പോർ എന്നാണ്. ഓൻ വലുതായിട്ടാണ് മൈക്രോസ്പോർ മെച്ചുവർ ആവും, അല്ലെങ്കിൽ ഡെവലപ്പ് ആവും. മെച്ചുവറായിട്ടാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് വേണ്ട പോളൻ ഗ്രൈൻസ്, അതായത് നമ്മളെ ചെമ്പരത്തിയിലാ മഞ്ഞ സാധനം. അപ്പോൾ ഈ പോളൻ ഗ്രൈൻസ് എന്തിൻ്റെ ഉള്ളിലാന്ന് ചോദിച്ചാൽ ഇൻസൈഡ് പോളൻ സാക്ക്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ചോദിക്കുക, സാർ ഇതൊന്ന് ഒറ്റയടിക്കൊന്ന് പറഞ്ഞോണ്ടാ. എടാ, ചെറുതാവുമ്പോൾ ആ സഞ്ചിയെ വിളിച്ച പേര് മൈക്രോസ്പൊറാഞ്ചിയം, അതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കുരുക്കളെ വിളിച്ച പേര് മൈക്രോസ്പോർ. വലുതായപ്പോൾ സഞ്ചിയുടെ പേര് മാറി മെച്ചുറായി പോളൻ സാക്ക്, അതിൻ്റെ ഉള്ളിൽ കുരുവിൻ്റെ പേര് പോളൻ ഗ്രൈൻസ്. സാധനം കിട്ടിയല്ലോ. ഇതൊന്ന് മക്കൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫിഗർ നോക്കടാ, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. ഒന്നെങ്കിൽ ഈ ചിത്രം അല്ലെങ്കിൽ ആ ചിത്രം. ഇതൊക്കെ ലെയേഴ്സ് ഓക്കെ, എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, സ്പോറോജിനസ് അവിടെ കട്ടെ. പിന്നെ മിഡിൽ ലെയർ ഇതിവിടെ തന്നെയാണ് കേട്ടോ, ഈ മൂന്നാമത്തെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഉള്ളിലത്തെ ലെയറാണ് ടപ്പീറ്റം. ഓക്കെ, സ്പോറോജിനസ് എന്താണെന്ന് പറയാം, അതിലേക്ക് എത്തിയിട്ടില്ല. എടാ, ഇത് നോക്കിയേ, എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. കണ്ടോ, ആ ലെയേഴ്സ് മാത്രം നോക്കുക. ഇപ്പം ആ ലെയേഴ്സ് മാത്രം, അത് മാത്രമേ നിങ്ങളോട് ആ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. മക്കളെ ഓക്കെ ആണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഒരു തംസപ്പടി. എടാ ഓക്കെ അല്ലേ? ഓക്കെയാണ്, സെറ്റാണ് കേട്ടോ, സെറ്റാണ്. ഇന്നവിടെ ശ്രദ്ധിച്ചോ. അത്രയും കാര്യങ്ങൾ ഡീലായി. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ടപ്പീറ്റത്തിൻ്റെ ഇതിനൊക്കെ ഫംഗ്ഷൻ കഴിയും. ഇനി ഈ നടുവിലുള്ള ടിഷ്യൂസാണ് സ്പോറോജീനസ് ടിഷ്യൂ. എന്ത് ടിഷ്യൂ ആണെടാ? സ്പോറോജീനസ് ടിഷ്യൂ. എന്തിൻ്റെ നടുവിൽ? ഇയാളിതെന്താ ഈ പറഞ്ഞത്? അവിടെ നോക്കിക്കോ, ഈ സാധനം ഓർമ്മയില്ലേ? ഇതിൻ്റെ നടുവിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. ടിഷ്യൂസ് ഓക്കെ, സെല്ലുകൾ കൂടി ചേർന്നുണ്ടാവുന്ന സാധനമാണ് ടിഷ്യൂ. ഈ ചിത്രം മറന്നുപോയാ? അപ്പം നമ്മൾ പഠിച്ചില്ല എങ്ങനെ അറാന്നൊക്കെ. ആ അറയിൽ ചെറുപ്പത്തിൽ നടുവിൽ കുറേ ടിഷ്യൂ ആണ്. ആ ടിഷ്യൂവിനെ വിളിച്ച പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഉള്ളിലുള്ള സെല്ലുകളെയാണ് നമ്മൾ വിളിക്കുക മൈക്രോസ്പോർ.
മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ ഇവൻ്റെ മറ്റൊരു പേരാണ് പോളൻ മദർ സെൽ. പോളൻ മദർ സെൽ. എടാ ഇവൻ്റെ ക്രോമസോം നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. 2n. പറടാ, സ്പോറോജീനസ് ടിഷ്യൂ ഇല്ലേ, നടുത്ത ടിഷ്യൂ, അതിലുള്ള ഓരോ സെല്ലിനെ വിളിക്കും മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോറിൻ്റെ അമ്മ സെല്ല്. അതിൻ്റെ ക്രോമസോം നമ്പർ 2n. മക്കളെ ശ്രദ്ധിച്ചോ, ഇവിടെ ഇത് വലുതാവുന്ന സമയത്ത് ഇതിനുള്ളിൽ മിയോസിസ് നടക്കും. എൻ്റെ മക്കൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് മിയോസിസ് നടന്നിട്ട് ഇതാ ഇവിടെ ഉണ്ടാവുന്ന സാധനമാണ് മൈക്രോസ്പോർ. എടാ പറടാ, മിയോസിസ് നടന്നാൽ ക്രോമസോം നമ്പർ 2n ഉള്ളത് എന്താവും? n ആവും. 4 എണ്ണം ഉണ്ടാവും കേട്ടോ. 4 മൈക്രോസ്പോർ ഉണ്ടാവും. 4 മൈക്രോസ്പോർ ഉണ്ടാവുന്നതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ്സ്. വാട്ട് ഇസ് മീൻ ബൈ മൈക്രോസ്പോർ ടെട്രാഡ്സ്? 4 മൈക്രോസ്പോർ ഉണ്ടായി സാറേ, മതി, അത്രേ ഉള്ളൂ. 4 മൈക്രോസ്പോർ ഉണ്ടായി. ഇനി ഇതിങ്ങനെ വെച്ച് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ഇതിന് സംഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇതിന് സംഭവിക്കുന്നത് ഇത് മെച്ചുറാവും, വലുതാവും. ആര്? മൈക്രോസ്പോർ ടെട്രാഡുകൾ വലുതായിട്ട് ഉണ്ടാവുന്ന സാധനമാണ് പോളൻ ഗ്രൈൻസ്. എടാ ഇതിൻ്റെ ക്രോമസോം നമ്പറും n ആയിരിക്കും. സാറേ ഈ ഒരു പ്രോസസ്സിനെ മൊത്തത്തിൽ എന്താ വിളിക്കുക? എന്ത് വിളിച്ചാലും ശരി, അതാണ് നിങ്ങളെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ആ വിളിപ്പേരാണ് സാറി എഴുതുന്നത്. മൈക്രോസ്പോറോജനസിസ്. പഠിച്ചോ, പരീക്ഷയ്ക്ക് വരും മൈക്രോസ്പോറോജനസിസ്. എൻ്റെ മക്കൾ ഇതങ്ങോട്ട് ചാർത്തി കൊടുത്താൽ മതി. സെൻറ്റൻസ് ആക്കണമെങ്കിൽ സെൻറ്റൻസ് ആക്കാം, ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ എല്ലാവരും. വെരി ഇമ്പോർട്ടൻറ്റ്. എടാ ഇനി ഈ ചാപ്റ്ററിൽ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ പോളൻ ഗ്രെയിൻസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, മറക്കാൻ പാടില്ല. നമ്മളെ കുട്ടപ്പനാണ്, നമ്മളെ കിടുക്കാച്ചി കിർമാണി സാധനമാണ് ആര്? പോളൻ ഗ്രെയിൻസ്. എൻ്റെ മക്കൾക്ക് ഇതാ സാർ ഒരു ചെറിയൊരു സാധനം കൂടി പറഞ്ഞാൽ, പോളൻ ഗ്രെയിൻസിന് നമ്മളിവിടെ പറയുന്ന മറ്റൊരു വാക്കാണ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. മറക്കരുത്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് ഈസ് കോൾഡ് ആസ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിൻസിൻ്റെ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോവാം. എടാ ഒരു ചെറിയ പോളൻ ഗ്രെയിൻസ് ഞാൻ എടുത്തു. ഏകദേശം 25 to 50 മൈക്രോമീറ്റർ ഒക്കെയാണ് വലിപ്പം. പോട്ടെ, പോളൻ ഗ്രെയിൻസ് ഞാൻ എടുത്തു. ഇതാ നോക്ക്, ഇതിന് 2 ലെയറാണ് ഉണ്ടാവുക. ആദ്യത്തെ ഔട്ടർ ലെയറിൻ്റെ പേര് എക്സൈൻ, മറക്കരുത്. ഇന്നർ ലെയറിൻ്റെ പേര് ഇൻറ്റൈൻ. കണ്ടോ, എക്സൈനും ഇൻറ്റൈനും. എടാ ഈ എക്സൈൻ്റെ ഒരു പ്രത്യേകത മെയ്ഡപ്പ് ഓഫ്, മറക്കാൻ പാടില്ലാത്ത പോയിന്റാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. മെയ്ഡപ്പ് ഓഫ് ആളുടെ പേര് പിടിച്ചോ, സ്പോറോപൊളിനിൻ. പറടാ മക്കളെ, എക്സൈൻ മെയ്ഡപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. ഈ സ്പോറോപൊളിനിൻ ആര് പൊട്ടിച്ചാലും പൊട്ടൂല. റെസിസ്റ്റന്റ് ടു ഹൈ ടെമ്പറേച്ചർ. എന്തായാലും ഹൈ ആസിഡ് ആൽക്കലി എന്തൊന്നാലും പൊട്ടൂലടോ. ടെമ്പറേച്ചർ അല്ലെങ്കിൽ എൻസൈം എന്ത് തേങ്ങ വെച്ച് ചടിച്ചോ അണ്ണം പൊട്ടൂല. സ്പോറോപൊളിനിൻ പൊട്ടൂല. വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു ഫോസിലായിട്ടൊക്കെ കൺസിഡർ ചെയ്യാം കേട്ടോ. കാരണം ഈ സ്പോറോപൊളിനിൻ പൊട്ടൂല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടാവും. അപ്പം സാറേ ഇതിനുള്ളിലത്തെ സാധനങ്ങൾ പുറത്തേക്ക് വരണം. അതിന് ഇവിടെയൊക്കെ ചെറിയ ഓട്ടകൾ ഉണ്ടാവും എക്സൈനിൽ കേട്ടോ. എക്സൈനിൽ ചെറിയ ഓട്ടകൾ ഉണ്ടാവും. അതിൻ്റെ പേരാണ് ജേം പോർ. എടാ ജേം പോറിൻ്റെ പ്രത്യേകത അവിടെ സ്പോറോപൊളിനിൻ ഉണ്ടാവില്ല. സ്പോറോപൊളിനിൻ ആബ്സെൻ്റ് ആയിരിക്കും. ജേം പോറിൽ സ്പോറോപൊളിനിൻ ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഈ എക്സൈനിൽ ഇടയ്ക്കിടയ്ക്ക് ഓട്ടം ഉണ്ടാവും. എന്തിനാ? ഉള്ളത്തെ സാധനത്തിന് പുറത്തേക്ക് വരാൻ ഇല്ലേ? അപ്പോൾ ആ ഓട്ടറിൻ്റെ പേരാണ് ജേം പോർ. എടാ ആ ജേം പോറിൽ എന്താ പ്രത്യേകിച്ച്? സ്പോറോപൊളിനിൻ ആബ്സെൻ്റ് ആയിരിക്കും. അവിടെ സ്പോറോപൊളിനിൻ ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒരു 1 മാർക്കിന് അടിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഒരു 1 മാർക്കിൻ്റെ ഐറ്റാണ് കേട്ടോ ഈ എടുക്കുന്നത്. എടാ നോക്കിക്കോ. ഇനി ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഫിഗർ കഴിഞ്ഞിട്ടില്ല മക്കൾ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, പോളൻ ഗ്രെയിൻസിന് നമുക്ക് ഉള്ളിൽ 2 സെല്ലാണ് ഉണ്ടാവുക. അതാ ഈ വലിയ മേലത്തെ സെല്ലതാ, ഈ മേലുള്ള വലിയ സെല്ലതാ മക്കളെ. മേലുള്ള ഈ വലിയ ഭാഗം അതാണ് ഇതിൻ്റെ വെജിറ്റേറ്റീവ് സെല്ല്.
എന്ത് സെല്ലാണെടാ? വെജിറ്റേറ്റീവ് സെൽ. എടാ വെജിറ്റേറ്റീവ് സെൽ എന്തിനാണെന്ന് വെച്ചാൽ ഉറപ്പാണ് നരിഷ്മെൻ്റ് ആണ്. നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ, ഹൈ ന്യൂട്രീഷൻ ഉള്ള സ്ഥലമാണ് ആ വെജിറ്റേറ്റീവ് സെല്ല്. നറിഷ്മെൻറ്റ് മാത്രം ആക്കണ്ട, ന്യൂട്രീഷൻ എന്നും പഠിച്ചോ. എടാ നോക്ക്, ന്യൂട്രീഷൻ എന്തായാലും കുഴപ്പമില്ല. അതാ ഈ ചെറിയ സെല്ല്, ഈ ചെറിയ സെല്ല്, അതായത് ഉള്ളിലൊരു വലിയ സെല്ല്, താഴെ ഒരു ചെറിയ സെല്ലാണ് ജനറേറ്റീവ് സെല്ല്. മക്കൾ പറ, ഇപ്പം എത്ര സെല്ലുണ്ട്? 2 വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഈ സെൽ സ്റ്റേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് 2 സെൽ സ്റ്റേജ്. ചെറിയ സാധനമാണോ? ഇതിപ്പോൾ ഏത് പൊട്ടനും അറിയില്ല സാറ്. 2 സെല്ലുള്ളതിന് 2 സെൽ സ്റ്റേജ്. ആ കഴിഞ്ഞ് അത്ര തന്നെ ഉള്ളൂ. പറ, പോളൻ ഗ്രെയിൻസിൽ സാധാരണഗതിയിൽ 60% ഇങ്ങനെയാണ്. വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടാവും, ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ടാവും. സോ 2 സെൽ സ്റ്റേജ്. എന്നാൽ ചിലതിൽ ഈ ജനറേറ്റീവ് സെല്ല് പൊട്ടിയിട്ട് 2 മെയിൽ ഗാമീറ്റ് ഉണ്ടാവും. കണ്ടോ 2 മെയിൽ ഗാമീറ്റുകൾ ഉണ്ടാവും. അപ്പം ഒന്ന് എണ്ണിയപ്പോൾ എത്ര സെല്ലായി? 1 വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ല് പോട്ടെ, എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി? 2 മെയിൽ ഗാമീറ്റ്. അപ്പോൾ 2. അപ്പോൾ എത്രയായി? 3 സെല്ലായി. ഇതാ വെജിറ്റേറ്റീവ് സെല്ല്, ഒരു മെയിൽ ഗാമീറ്റ്, ഇവിടെ വേറൊരു മെയിൽ ഗാമീറ്റ്. അപ്പോൾ 3 സെൽ. അപ്പോൾ ഈ സ്റ്റേജിന് എന്ത് വിളിക്കും? 3 സെൽ സ്റ്റേജ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ്, ഇനി സാറ് പറയുന്ന കൺക്ലൂഷൻ കേൾക്കുക. പോളൻ ഗ്രെയിൻസ് 2 രീതിയിൽ കാണാം. ഒന്നെങ്കിൽ 2 സെൽഡ് സ്റ്റേജിലും കാണാം, അല്ലെങ്കിൽ 3 സെൽഡ് സ്റ്റേജിലും കാണാം. 2 സെൽഡ് സ്റ്റേജ് ആണെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും, 3 സെൽഡ് സ്റ്റേജ് ആണെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗാമീറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്, 2 മെയിൽ ഗാമീറ്റ്. പിന്നെ ഒറ്റ കാര്യം കൂടി, എല്ലാ സെല്ലും അവസാനം ഈ രൂപത്തിലേക്ക് എത്തും കേട്ടോ. മെയിൽ ഗാമീറ്റിൻ്റെ രൂപത്തിലേക്ക് മാറും എല്ലാം. ജനറേറ്റീവ് സെല്ലൊക്കെ കുറച്ച് കഴിയുമ്പോൾ മെയിൽ ഗാമീറ്റിൻ്റെ രൂപത്തിലേക്ക് മാറും. മക്കളെ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബോർഡ് എടുക്കുന്ന എല്ലാം പഠിച്ചോളണം. ഇതിലൊരു എക്സ്ക്യൂസും ഇല്ലടാ. ഇതാണ് നമ്മൾ പറഞ്ഞ സെല്ലുകൾ. കണ്ടോ, ഇതിൽ ആ മേലത്തൊന്നും നോക്കണമെന്നില്ല. മക്കളെ നോക്കിയടാ, ഇവിടെ കണ്ടോ ഈ വെജിറ്റേറ്റീവ് സെല്ല് കണ്ടോ, വലിയ സെല്ല് അല്ലേ? ജനറേറ്റീവ് സെല്ല്, ചെറിയ സെല്ല്. കണ്ടോ, ഇതിപ്പോൾ ഏതിൻ്റെ ചിത്രം വെച്ചാൽ 2 സെൽഡ് സ്റ്റേജ് ആണ്. കണ്ടോ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനുണ്ടായത്. മക്കളെ ക്ലിയർ മതി. എന്നാ അവിടെ ശ്രദ്ധിക്കടാ. ആ ഒരു ഏരിയ കഴിഞ്ഞു. സാറേ ഇനി പോളൻ ഗ്രെയിൻസിന് വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഉണ്ടടാ, ഇത് പഠിച്ചേ പറ്റുള്ളൂ. പോളൻ ഗ്രെയിൻസ് കൊണ്ട് നല്ലത് മാത്രമല്ല, പോളൻ ഗ്രെയിൻസ് ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാക്കാം. അതേപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്, അതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങൾ വരാം. ബ്രോങ്കൈറ്റിസ്, അലർജി, ആസ്മ ഇതൊക്കെ വരാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടായിരുന്നു, മക്കൾക്ക് അറിയുണ്ടാവും. ക്യാരറ്റ് ഗ്രാസ് അഥവാ പാർത്തീനിയം എന്നൊക്കെ പറയും ഈ ചെടീനെ. ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഗോതമ്പിൻ്റെ കൂടെ അന്യനാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിലുള്ളവനൊന്നല്ല. ഇനി പോളൻ ഗ്രെയിൻസ് കൊണ്ട് വേറെ യൂസസ് എന്താ ഉള്ളത്? അസുഖം ഉണ്ടാക്കും, അത് പോട്ടെ. പോളൻ ഗ്രെയിൻസ് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്തിനാ ടാബ്ലറ്റ്? സാറ് പറഞ്ഞു വെജിറ്റേറ്റീവ് സെല്ലിൽ നല്ല ന്യൂട്രിയൻ വാല്യൂ ഉണ്ടെന്നല്ലേ. അപ്പോൾ അത് മരുന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുടിക്കാൻ പറ്റും കേട്ടോ. മരുന്നായിട്ടല്ല, നമ്മളല്ല ഓട്ടത്തിനൊക്കെ, അത്ലറ്റ്സ്, ഹോഴ്സ് റൈഡേഴ്സ്, ഹോഴ്സിന് കുതിര അല്ലേ, കുതിരക്ക്. അതേപോലെ തന്നെ അത്ലറ്റ്സ്, ഞങ്ങളെപ്പോലുള്ള നല്ല ഓട്ടക്കാരൊക്കെ ഉണ്ടല്ലോ, ഓരൊക്കെ ഡെയിലി കുടിക്കുന്നതാണ് എന്ത് മക്കളെ? പോളൻ ഗ്രെയിൻസിൻ്റെ ടാബ്ലറ്റ്സ്. യു നോ ദാറ്റ്സ് പോളൻ ഗ്രെയിൻസ് ടാബ്ലറ്റ്സ്. ഇതൊക്കെ ഇതാണ് പോളൻ ഗ്രെയിൻസിൻ്റെ ടാബ്ലറ്റ്. ഓക്കെ, ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? ഇന്നവിടെ ശ്രദ്ധിക്കും. ഇനി സാറേ ഇതിൽ പഠിക്കാനുള്ള ഒരു സാധനമാണ് വയബിലിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ. പോളൻ ഗ്രൈൻസ് നമ്മളിപ്പോൾ നമ്മൾ ആലോചിക്കുക, സ്പേം ഇപ്പോൾ പുറത്തേക്ക് കിട്ടും. അതിന് എത്ര കാലം കുട്ടികൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും? എല്ലാ കാലവും എൻ്റെ സ്പേം ഇപ്പോൾ പുറത്തേക്ക് റിലീസായി 10 കൊല്ലം വരെ ആ സ്പേമിന് ആയുസ് ഉണ്ടാവുമോ? ഇല്ല. അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടും. ദാറ്റ്സ് വയബിലിറ്റി. അതേപോലെ പോളൻ ഗ്രെയിൻസിനും ഉണ്ട് വയബിലിറ്റി. പോളൻ ഗ്രെയിൻസിൻ്റെ നമ്മൾ നോക്കുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റിയാണ്. വയബിലിറ്റി മക്കളെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേടാ. എന്താ സിമ്പിളാണ്. വീറ്റ്, റൈസ്, ഗോതമ്പ്, അരി ഇതൊക്കെ ആണെങ്കിൽ ആകെ 30 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 30 മിനിറ്റ് വയബിലിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. 30 മിനിറ്റ്സ്. എന്നാൽ റൊസേഷ്യ ഫാമിലി അല്ലെങ്കിൽ ലെഗ്യുമിനേഷ്യ ഫാമിലി അല്ലെങ്കിൽ സൊളനേഷ്യ ഫാമിലി ഇതൊക്കെ നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടോ? ഈ ഫാമിലികളൊക്കെ പറഞ്ഞടാ. റൊസേഷ്യ, ലെഗ്യുമിനേഷ്യ പയർ, ഉരുളക്കിഴങ്ങ്, സൊളനേഷ്യ ഇവർക്കൊക്കെ മന്ത്സ് ഓർ ഇയേഴ്സ് വയബിലിറ്റി ഉണ്ടാവും.
ഇനി ഇത് എടുത്തു വെക്കാൻ പറ്റുമോ സാറേ? സ്പേം ഒക്കെ നമ്മൾ സ്പേം ബാങ്കിൽ സൂക്ഷിക്കുമല്ലോ, അതേപോലെ ഇത് എടുത്തു വെക്കാൻ പറ്റുമോ? പറ്റും. ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് -196 ഡിഗ്രി സെൽഷ്യസിൽ എടുത്തു വെക്കാൻ പറ്റും. പോളൻ ഗ്രെയിൻസിന് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. എന്തിലാ സൂക്ഷിക്കുക? ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ പോളൻ ഗ്രെയിൻസിന് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സിമ്പിൾ. ഇനി ഇവിടെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. മെയിലിൻ്റെ കാര്യം, മെയിലിൻ്റെ പണി അതോടെ തീർന്നടാ, മെയിലിൻ്റെ അത്രേ ഉള്ളൂ. എന്നാൽ എൻ്റെ മക്കൾ ഇവിടെ നോക്കുക, ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ഫീമെയിൽ പാർട്ടിലേക്കാണ്. എൻ്റെ മക്കൾ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞിടുന്നടാ, ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ട് ഏതായിരുന്നു സാറേ? ഗൈനീഷ്യം, അതിൻ്റെ സിംഗിൾ യൂണിറ്റ് കാർപ്പൽ. നമുക്ക് ആവശ്യമുള്ളത് ആദ്യം പഠിക്കാം. ഓക്കെ, ഇത് മോണോകാർപ്പലറി, മൾട്ടി കാർപ്പലറി, അങ്ങനെ പലതും ഉണ്ട്. എന്താ മോണോകാർപ്പലറി? ഒറ്റ കാർപ്പൽ. എന്താണ് മൾട്ടി കാർപ്പലറി? ഒരുപാട് കാർപ്പൽസ്. അതിൽ തന്നെ അപ്പോകാർപ്പസ്, സിൻകാർപ്പസ് +1 മോർഫോളജിയിലുള്ളതാണ്. ഇവിടെയും പറയുന്നുണ്ട്, വേണമെന്നില്ല. എന്നാ ഇവിടെ ശ്രദ്ധിച്ചോ സാർ, ഈ വരക്കുന്ന ചിത്രം ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ കേട്ടോ. ചെമ്പരത്തിൻ്റെ ഒക്കെ ആ ഒരു സാധനമാണ് സാർ ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എടാ, ഇതാണ് ഒരു കാർപ്പലറി ഫീമെയിൽ പാർട്ടിൻ്റെ ഒരു ചിത്രം, കാർപ്പലറി ചിത്രം. അപ്പോൾ ഇതിൽ ഈ ഉണ്ട സാധനമില്ലേ, ഓവറി, സ്റ്റൈൽ. ഈ മുകളിലത്തെ സാധനം സ്റ്റിഗ്മ. പറ, ഇതിലെവിടെ ആയിരിക്കും പോളൻ ഗ്രെയിൻസ് വന്ന് പറ്റി പിടിക്കുക? എടാ, നിങ്ങൾക്ക് അറിയില്ലേ, പോളൻ ഗ്രെയിൻസ് കാറ്റിന് പാറി വരിക ചെയ്യുക, അല്ലെ വെള്ളത്തിൽ കൂടി അങ്ങനെയെങ്കിലും വരും. പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ദിമ്മല പറ്റി പിടിക്കുക. പറ, എവിടെ വന്ന് പറ്റി പിടിക്കുക? സ്റ്റിഗ്മയിൽ. അതിൻ്റെ കൂടി പോളൻ ട്യൂബ് ഉണ്ടാക്കും സ്റ്റൈലിൽ കൂടി. എന്നിട്ട് എവിടെ എത്തും? ഓവറി. അതിന് ഈ ഓവറിലെത്തണ്, ഓവറിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടാവാറുണ്ടേ. ആരടാ? ഓവ്യൂള്. ഓക്കെ, ഓവറിൻ്റെ ഉള്ളിലാണ് ഒവ്യൂള്. ഈ ഓവറിൻ്റെ ഉള്ളിൽ ഒവ്യൂള് ഇരിക്കുന്ന ഒരു കുഷൻ പോലുള്ളൊരു സ്ഥലം ഉണ്ടാവും. ഒവ്യൂള് ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻറ്റ. നമ്മൾ +1 പ്ലാസൻറ്റേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മതി വിട്ടേക്ക്, ഇത്രേ സാറ് പറഞ്ഞുള്ളൂ. ഓവറിൻ്റെ ഉള്ളിൽ ഒവ്യൂളാണ്, ഒവ്യൂൾ ഇരിക്കുന്ന സ്ഥലമാണ് പ്ലാസൻറ്റ. ഇത് ബേസിക്കാണ്. അപ്പോൾ ഇതാണ് ഫിഗർ സാർ പറഞ്ഞത്. കണ്ടോ, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. അതിൻ്റെ അടിയിൽ തലാമസ് ഉണ്ട്, അത് ഉള്ളിലല്ല, അത് അടിയിലാണ്. തലാമസിലാണ് ഈ സ്ട്രക്ചർ മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇത് മൊത്തത്തിൽ കൂടി ചേർന്ന ചിത്രമാണ്. സാർ പറഞ്ഞില്ലേ, സിൻകാർപ്പസ് ഒക്കെപ്പാട് എല്ലാവരും പാടെ ഫ്യൂസ് ചെയ്തിരിക്കണം. കണ്ടോ, ഇതിൽ സ്റ്റിഗ്മ ഉണ്ടാവും, ഇതിൽ കുറേ ആൾക്കാരുണ്ട്. ഇത് ഒറ്റ ആളതാണ് വരച്ചത്. ഇതിങ്ങനെ കുറേ ആൾക്കാർ കൂടി ചേർന്നാണ് കേട്ടോ സിൻകാർപ്പസ്. അത് വേണമെന്നില്ല, നമുക്ക് ഈ ചിത്രം പഠിച്ചാൽ മതി. എടാ, അപ്പം എൻ്റെ മക്കളെ അത്രയും പോയിന്റ്സ് ഓക്കെ അല്ലേ? അത്രയും പോയിന്റ്സ് ഓക്കെയാണ്, പറഞ്ഞ പോയിന്റ്സ് ഓക്കെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫീമെയിൽസിൻ്റെ കറക്റ്റ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതിൽ നമുക്ക് ഈ ഔട്ടർ ഒന്നല്ല പഠിക്കാനുള്ളത്. നോക്കിക്കോട്ടെ, നല്ല ശ്രദ്ധിച്ചു. നമ്മൾ ഈ ആ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞു, ഫീമെയിൽസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇനി ഇതിൽ പഠിക്കാനുള്ളത് ഒവ്യൂളാണ്. എടാ, ഒവ്യൂളിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. ഒവ്യൂളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. നമുക്ക് ഒവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് വേണ്ടത്. ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ മക്കളെ ഒന്നുകൂടെ നോക്കിയടാ. ഇതാണ് ഒരു ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഇത് വേണ്ട കേട്ടോ, ഇതല്ല കേട്ടോ, ഇത് വേണ്ട, ഇതാണ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. പരീക്ഷയ്ക്ക് ചോദിക്കും ഇതെന്താണെന്ന്. മക്കളെ സിമ്പിൾ, ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം. ഇനി ഇതിൻ്റെ പാർട്സ് ഒന്ന് നമുക്ക് നോക്കാം. ഈ നടുവിലുള്ള ആൾ അതാണ് ഇതിൻ്റെ എംബ്രിയോ സാക്ക്. ആരടാ നടുവിലുള്ള വ്യക്തി? ആരടാ? എംബ്രിയോ സാക്ക്. എടാ, ഇത് ചിത്രം ഇല്ലാണ്ടൊരു പരീക്ഷ പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. എംബ്രിയോ സാക്കിനെ അറിയപ്പെടുന്ന പേരാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. എംബ്രിയോ സാക്കിന് അറിയപ്പെടുന്ന പേരാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഒരൊറ്റ ചോദ്യം എൻ്റെ മക്കൾ ആൻസർ ചെയ്തോ. ഹൂ ഈസ് മെയിൽ ഗാമിറ്റോഫൈറ്റ്? പോളൻ ഗ്രെയിൻസ് നേരത്തെ പഠിച്ചു. ഓക്കെ, അപ്പോൾ എംബ്രിയോ സാക്ക് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. കണ്ടോ, അതിൻ്റെ ചുറ്റുള്ള ഈ ഭാഗം കണ്ടോ, ചുറ്റുള്ള ഭാഗം അതാണ് ന്യൂസെല്ലസ്. എടാ, അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് എന്നാ, ന്യൂസെല്ലസ് എന്താണ് ഫംഗ്ഷൻ? എടാ, ഈ മെയിൻ ആളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് എപ്പോഴും ന്യൂട്രീഷൻ കൊടുക്കുക, നരിഷ്മെൻറ്റ്, ന്യൂട്രീഷൻ, അങ്ങനത്തെ പരിപാടി ആയിരിക്കും കേട്ടോ, മറക്കണ്ട. ന്യൂസെല്ലസ് ലാസ്റ്റിലും വരുന്നുണ്ട്, മറക്കണ്ട. ന്യൂട്രീഷൻ, നരിഷ്മെൻറ്റ്. ഇനി ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇൻറ്റഗ്യുമെൻറ്റ്സ്. ഏതൊക്കെയുണ്ട്? ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റും ഉണ്ട്, ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റും. ഇതാ ഈ ഒരു ഭാഗം കണ്ടോ, ഔട്ടർ ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ്സ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് മേലൊരു ഹോള് കണ്ടോ, ഈ ഒരു ഹോള് കണ്ടോ, ഇവിടെ ഇൻറ്റഗ്യുമെൻറ്റ്സ് ഉണ്ടാവില്ല. ആ ഹോളിനെ വിളിക്കും മൈക്രോപൈൽ കണ്ടോ, മൈക്രോപൈൽ. അപ്പോൾ ഈ ഒരു റീജിയൻ മൊത്തമായിട്ട് നമുക്ക് വിളിക്കാം മൈക്രോപൈലാർ പോൾ അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡ്. ആ റീജിയൻ, ഈ ഒരു മേൽഭാഗം മൊത്തം മൈക്രോപൈലാർ എൻഡ്. താഴ്ഭാഗം കണ്ടോ, താഴ്ഭാഗത്തിന് വിളിക്കാം ചലാസൽ എൻഡ്. പിന്നെ ഈ ഒവ്യൂള് ഓവറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലേ, ആ ഭാഗമാണ് ഫ്യൂണിക്കിൾ. അതും ഒവ്യൂളും നമ്മൾ ഈ ഒരു ജംഗ്ഷൻ, ഈ ഒരു ജംഗ്ഷൻ, അതാണ് ഹൈലം.
അതാണ് ഹൈലം. ആ ഒരു ജംഗ്ഷൻ, ആ ഓവറിയായിട്ട് ഓവ്യൂൾ കണക്ട് ചെയ്ത ഭാഗമാണ് ഫ്യൂണിക്കിൾ, അതും ഓവ്യൂളുടെ ഈ മെയിൻ ഭാഗം തമ്മിലൊരു ജംഗ്ഷനാണ് ഹൈലം. അത്രേ ഉള്ളൂ. സോ സാർ ഈ ചിത്രം സാർ എത്ര പെർസെൻറ്റേജ് വരാൻ ചാൻസ് ഉണ്ട്? 100%. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടുമുട്ടും. മാർക്കിങ്സ് ഇത് എന്തിൻ്റെ ചിത്രമാണ് സാറേ? എന്തിൻ്റെ ചിത്രമാണ്? ഓവ്യൂളിൻ്റെ ചിത്രം, അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഫിഗർ, അല്ലെങ്കിൽ ഓവ്യൂളിൻ്റെ ഫിഗർ. ഓക്കെ, മറക്കണ്ട, അതവിടെ നിൽക്കട്ടെ. ഇന്നവിടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ മൈക്രോസ്പോറോജെനിസിസ് പറഞ്ഞു, ഇനി പറയാനുള്ളതാണ് മെഗാസ്പോറോജെനിസിസ്. പേരൊന്ന് പറഞ്ഞടാ. മെഗാസ്പോറോജെനിസിസ്. സാറേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പോളൻ ഗ്രെയിൻസ് ഉണ്ടായത് ഇവിടുന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉണ്ടായ സാധനത്തിന് നമ്മൾ ചിത്രത്തിൽ കാണിച്ചു. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആളാണ് എംബ്രിയോസാക്ക്. കാരണം എംബ്രിയോസാക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. എംബ്രിയോസാക്ക് ഈസ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. അവിടെ നമ്മൾ മെയിൽസിൽ ഉണ്ടാക്കിയ മെയിൽ ഗാമിറ്റോഫൈറ്റ് ആരായിരുന്നു? പോളൻ ഗ്രെയിൻസ്. സോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആൾ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്, ദാറ്റ് ഈസ് എംബ്രിയോസാക്ക്. അപ്പോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ഫീമെയിലിൽ എപ്പോഴും നമ്മൾ എല്ലാത്തിനും വിളിക്കാം മെഗാ വലുത്. ആണുങ്ങൾ എപ്പോഴും മൈക്രോ. ഓക്കെ, മെയിൽ പാർട്ട്. സോ മെഗാസ്പോറോജെനിസിസ് അർത്ഥം നോക്ക്, മെഗാസ്പോർ ഉണ്ടാവുക, അതാണ് അർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം. ന്യൂസെല്ലസ് ഓർമ്മ ഉണ്ടല്ലോ. ന്യൂസെല്ലസിലുള്ള ഏതെങ്കിലും എനി വൺ സെൽ ഏതെങ്കിലും ഒരു സെല്ല് എന്തായിട്ട് മാറുമെന്നറിയോ? നമുക്ക് സിമ്പിൾ, മെഗാസ്പോർ മദർ സെൽ എന്തായിട്ട് മാറും? മെഗാസ്പോർ മദർ സെൽ. ഇതിന്റെ ക്രോമസോം നമ്പർ 2n. ഓക്കെ, ഇതിന്റെ ക്രോമസോം നമ്പർ 2n, മെഗാസ്പോർ മദർ സെൽ. ഇതിന് ഇനി എന്ത് നടക്കും? എല്ലാവർക്കും അറിയാം, മിയോസിസ് നടന്നാൽ എന്തുണ്ടാകും? മെഗാസ്പോർ ഉണ്ടാവും. പറ മക്കളെ, എത്ര മെഗാസ്പോർ ഉണ്ടാവും? 4 മക്കൾ പറ. മിയോസിസ് ആയതുകൊണ്ട് 2n, ഇവിടെ n, സിമ്പിൾ. അപ്പോൾ ആലോചിക്കുക, സ്പോറുകളെല്ലാം മൈക്രോസ്പോർ ആയാലും മെഗാസ്പോർ ആയാലും ഒക്കെ n, ക്രോമസോം നമ്പർ n. 4 ഉണ്ടായി. പക്ഷേ 4 ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മക്കളെ. 4 മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 3 3 മെഗാസ്പോർ ഡീജനറേറ്റ്. നശിച്ചു പോയടാ. 3 ഡീജനറേറ്റ്. ഓൺലി one is ഫങ്ഷണൽ മെഗാസ്പോർ ആയത് ഒന്നാണ്. എടാ സംഭവം കൺസെപ്റ്റ് സിമ്പിളാണ്. നേരത്തെ പോളൻ ഗ്രെയിൻസ് മൈക്രോസ്പോർ 4 ഉണ്ടായില്ലേ? മൈക്രോസ്പോർ ടെട്രാഡ് എന്നൊക്കെ വിളിച്ചു. അത് 4 പോളൻ ഗ്രെയിൻസ് ഒക്കെ ആയി. അങ്ങനെ അവർ നന്നായി. പക്ഷെ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ 4 മക്കൾ ഉണ്ടായാലും 3 ഗോപി, 3 ദുരന്തം. പോണ വഴിക്ക് പോയി. 3 ഡീജനറേറ്റ്, നശിച്ചായി. ഓൺലി വൺ ഈസ് ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് എന്നാ അങ്ങനെ പഠിച്ചോ. ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻടു എംബ്രിയോസാക്ക്. പറ, ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻടു എംബ്രിയോസാക്ക്. അപ്പോൾ പറടാ, ഇതിൽ ഈ ഒരു പരിപാടിയിൽ 4 ഉണ്ടായിട്ട് 3 നശിച്ച് 1 മാത്രം ഡെവലപ്പ് ചെയ്ത് അതെന്തായി മാറി? എംബ്രിയോസാക്കിന് പറയുന്ന മറ്റൊരു പേര് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഇങ്ങനെ ഒരാൾ മാത്രം നന്നായതുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റിനെ വിളിക്കും മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. പരീക്ഷയ്ക്ക് വരും. ഇതാണ് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ്. വാട്ട് ഈസ് മെഗാസ്പോറോജെനിസിസ് വേണമെങ്കിൽ ചോദിക്കാം. വൺ ഓഫ് ദ സെൽ ഫ്രം ന്യൂസെല്ലസ് എന്ന് ഏതെങ്കിലും ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലാവും. പ്ലോയിഡി എന്ന് പറഞ്ഞ ക്രോമസോം നമ്പറാണ്. അതിന് മിയോസിസ് എടുക്കും. 4 മെഗാസ്പോർ ഉണ്ടാവും. 3 നശിച്ചു. മക്കൾക്ക് മനസ്സിലായി. ബാക്കി 1 ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെൽ, അത് എംബ്രിയോസാക്കായി മാറി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മക്കളെ ശ്രദ്ധിക്കും, എംബ്രിയോസാക്കിൻ്റെ ഫിഗറാണ്. അല്ലോ, ഈ ചാപ്റ്റർ പഠിച്ചിട്ട് ഈ കോയിമുട്ട നമ്മൾ പഠിച്ചില്ലെങ്കിൽ എംബ്രിയോസാക്കിൻ്റെ മറ്റൊരു പേര് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അതിൻ്റെ ചിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്ക്, ഇത്രയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ വേറെ ഉണ്ടാവില്ല കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വന്നിരിക്കും മക്കളെ, വന്നിരിക്കും. ഇവിടെ ശ്രദ്ധിക്കും. ഇത് മറ്റേ ചലാസലൻ്റെ മേലെ കൊണ്ടുപോയി വരച്ചാട്ടോ, തിരിച്ചു വെച്ചാണ്. നോക്ക്, എംബ്രിയോസാക്ക് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മക്കൾ ആദ്യം ആലോചിക്കേണ്ടത് 7 സെല്ലിഡ് 8 ന്യൂക്ലിയേറ്റഡ്
എന്ന വാക്കാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഒന്ന് പറഞ്ഞടാ എംബ്രിയോ ഷോക്ക് എന്ന് പറഞ്ഞോടെ നമ്മൾ എന്ത് പറയണം? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ്, 7 സെല്ലിൽ 8 ന്യൂക്ലിയസ്, ആ ഒരു അർത്ഥം. കംപ്ലീറ്റ് തല ഉത്തരമാണ്. നോക്ക്, മേലുള്ള ഈ 3 സെല്ലുകൾ കണ്ടോ? ദാറ്റ് ഈസ് ആൻറ്റിപോഡൽസ് മറക്കരുത്. നടുവിലുള്ള ഈ ഒരു സെല്ലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ? മൊത്തം കണ്ടോ ഈ ഒരു ഭാഗം മൊത്തം സെൻട്രൽ സെൽ. അവിടെയുള്ള 2 ന്യൂക്ലിയസ് പോളാർ ന്യൂക്ലിയൈ കണ്ടോ? 2 NN, അവിടെ 2N ആണ് ക്രോമസോം നമ്പർ. പോളാർ ന്യൂക്ലിയൻ്റ് 2 കൂടി ചേർന്നാൽ കണ്ടോ 2 ന്യൂക്ലിയസ് ഉണ്ടാവും അവിടെ, കണ്ടോ? ഇനി ഓക്കെ, ഇവിടെ താഴെ വരുന്നുണ്ടോ ഈ ഒരു ഉണ്ട, വെരി ഇമ്പോർട്ടൻറ്റ്, എഗ്ഗിൻ്റെ 2 തോഴിമാരെ കണ്ടോ? 2 സാർ വരയ്ക്കേ, ഇതുണ്ടോ? ഈ ഒരു ഇത്രയും വലിയ സാധനങ്ങൾ 2 കണ്ടോ? ഈ 2 ദാറ്റ് ഈസ് സിനർജിഡ്സ് കണ്ടോ? വെരി ഇമ്പോർട്ടൻറ്റ്, സിനർജിഡ്സ് മറക്കരുത്, കണ്ടോ? സിനർജിഡ്സ് കണ്ടോ? അതിൻ്റെ താഴെ ഇങ്ങനെ ചെറിയ കുട്ടികളെ കാല് വെച്ച പോലത്തെ ഒരു സാധനം കണ്ടോ? കണ്ടോ? ഫിലിഫോം അപ്പാരറ്റസ് അതവിടെ കട്ടെ. അപ്പോൾ സാറേ ഇതിൽ എത്ര സെല്ലുണ്ടെന്നാ? 1 2 3 4, ഈ എഗ്ഗ് 5, സിനർജിഡ്സ് 2, 6 7, സോ 7 സെൽഡ്. ന്യൂക്ലിയസോ സിനർജിഡ്സിൽ ഇതിൽ 2 3 4 5 6 7, എഗ്ഗിൻ്റെ 1 8, എഗ്ഗിൻ്റെ എണ്ണം മറന്ന് 8, സോ 8 ന്യൂക്ലിയേറ്റഡ്. അപ്പോൾ പറയടാ 7 സെല്ലിഡും 8 ന്യൂക്ലിയേറ്റഡും. ഒന്നും നോക്കാല്ലേ ഈ ഫിഗർ 100% ഗ്യാരണ്ടി. പിന്നെ സാറേ ഇതിലെന്താ വേറെ ചോദിക്കുക? എന്നാ ഇതിൽ വേറെ ചോദിക്കുന്ന വാക്കാണ് എഗ്ഗ് അപ്പാരറ്റസ്. ആരൊക്കെയാണ് എഗ്ഗ് അപ്പാരറ്റസ്? അപ്പോൾ എഴുതുക, എഗ്ഗ് സെല്ലും ഉണ്ടാവും, 2 സിനർജിഡ്സ്. ഇതാണ് എഗ്ഗ് അപ്പാരറ്റസ്. ആരൊക്കെ വെച്ചാൽ സിമ്പിൾ, ഇത്രയായിട്ട് പറഞ്ഞു നിർത്താം. ആൻഡ് ദെൻ ഫിനിഷ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് വരാറുണ്ട്. അപ്പാരറ്റസ്, ഏത് അപ്പാരറ്റസ്? ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ ശ്രദ്ധിച്ചോ. ഫിലിഫോം അപ്പാരറ്റസ് ചെയ്യുക സിമ്പിൾ പരിപാടിയാണ്. ഗൈഡ് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യും. അതേടാ, നമ്മളെ മേലെന്ന് സ്റ്റിഗ്മയിൽ പോളൻ ഗ്രൈൻസ് വന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ ട്യൂബ് ഉണ്ടാക്കും, അതിലൂടെ പോളൻ ഗ്രൈൻസ് ഇങ്ങനെ വരും. അപ്പോൾ ആ ട്യൂബ് ഇതിനുള്ളിൽ കയറണം. കണ്ടേ, ആരെ കാണാനാണ് ട്യൂബ് വരുന്നതെന്ന് അറിയോ? എഗ്ഗിനെ കാണാനാണ് കേട്ടോ. ട്യൂബ് വരുന്നത് എഗ്ഗിനെ കാണാനാണ്. അപ്പോൾ വരുമ്പോൾ ഫിലിഫോം അപ്പാരറ്റസ്, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ വരുമ്പോൾ വെരി അറിയില്ല, അതേപോലെ ഫിലിഫോം അപ്പാരറ്റസ് അവിടെ നിന്ന് കണ്ട് പറയും കയറി അല്ലേ? അതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ പണി, മറക്കരുത് കേട്ടോ. ഫിലിഫോം അപ്പാരറ്റസ് ഗൈഡ് പോളൻ ട്യൂബ് ടു ദ എൻട്രി ഇൻ ടു എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണം. ഈ 2 പോയിന്റും ഈ ചിത്രങ്ങളും ഈ വാക്കും പഠിച്ചാൽ മതി. ആ ഏരിയ ഫിനിഷ്. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലക്ക് നമുക്ക് നോക്കാനുള്ളൊരു സാധനം, ഇത് ശരിക്കും NCERT-ൽ ഇങ്ങനെയല്ല ടോപ്പിക്, കണക്റ്റഡ് അല്ല. പക്ഷെ സാർ ഇത് അപ്പം തന്നെ പറയാറുണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷൻ വരാൻ 100 അല്ല 200%. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമുകൾക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. 2 ഫെർട്ടിലൈസേഷൻ. ഇതെന്താ വെച്ചാൽ നമുക്ക് നോക്കാം. മെയിൽ ഗാമീറ്റ് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. മെയിൽ ഗാമീറ്റ്, ക്രോമസോം നമ്പർ N. എത്ര മെയിൽ ഗാമീറ്റ് ഉണ്ടായിരുന്നു പോളൻ ഗ്രൈൻസിൽ? 2 മെയിൽ ഗാമീറ്റ്, മറക്കരുത്. 2 മെയിൽ ഗാമീറ്റ് പ്ലസ് എഗ്ഗുമായിട്ട് ചേരും. എവിടെയാണ് എഗ്ഗ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ പഠിച്ച എംബ്രിയോ സാക്കിൻ്റെ എഗ്ഗ്. എഗ്ഗിൻ്റെ ക്രോമസോം നമ്പർ N. മെയിൽ ഗാമീറ്റും എഗ്ഗുമായിട്ട് ചേർന്നിട്ടുണ്ടായ സാധനമാണ് സൈഗോട്ട്. സോ സൈഗോട്ടിൻ്റെ ക്രോമസോം നമ്പർ 2N. ഒന്നുമില്ലടാ, N+N 2N. ഈ ഒരു ഡിവിഷനെ, ഈ ഒരു സംഭവത്തിനെ, ഈ ഒരു ഫ്യൂഷനെ നമ്മൾ വിളിച്ച പേരാണ് സിംഗമി. അടുത്ത മെയിൽ ഗാമീറ്റ്, ഈ മെയിൽ ഗാമീറ്റ് അല്ല, വേറെ മെയിൽ ഗാമീറ്റ്, കാരണം 2 മെയിൽ ഗാമീറ്റ് ഉണ്ടാവും. അടുത്ത മെയിൽ ഗാമീറ്റും അതേപോലെ തന്നെ നമ്മുടെ പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ടുണ്ട്? 2N ആയിട്ടുണ്ട്. 2 ന്യൂക്ലിയസ് ഇല്ലേ? സോ എൻ്റെ മക്കൾ പറഞ്ഞേ N+N. ഇവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് പെന്ന്. മക്കൾ കേട്ടിട്ടുണ്ടാവും, പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്. ദാറ്റ് ഈസ് 3N. ട്രിപ്ലോയിഡ് ആണ്, N+2N 3N, ട്രിപ്ലോയിഡ്. ഇതിന് വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്താണ് വിളിക്കുക? ട്രിപ്പിൾ ഫ്യൂഷൻ.
മക്കളെ. അപ്പോൾ പരീക്ഷയ്ക്ക് വരിക ഇതിൻ്റെ പ്ലോയിഡി ചോദിക്കാം. പ്ലോയിഡി എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ. പ്ലോയിഡി ചോദിക്കാം. മെയിൽ ഗാമിന് എത്രയാണ്, എഗ് എത്രയാണ്, പോളാർ ന്യൂക്ലിയ എത്ര, പെൻ എത്ര. പെന്നിൻ്റെ ഫുൾ ഫോം പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയൈ. എടാ അപ്പോൾ ചോദിക്കാം ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ 2 സ്റ്റെപ്സ് ഏതൊക്കെ? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇതിൻ്റെയൊക്കെ ക്രോമസോം നമ്പറുകൾ. വെരി സിമ്പിൾ. ഈ പെന്നാവൂലേ പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ആവൂലേ. അപ്പോൾ അവിടെ ഉള്ള സെൻട്രൽ സെൽ എന്താവും അറിയോ? സെൻട്രൽ സെല്ല് നേരെ ഡെവലപ്പ് ചെയ്തിട്ട് പെക്കാവും. പെക്ക് പ്രൈമറി എൻഡോസ്പെം സെല്ല്. സിമ്പിൾ. പ്രൈമറി എൻഡോസ്പെം സെല്ലാവും. ആ സെൻട്രൽ സെല്ല് ഉണ്ടായിരുന്നല്ലോ നമ്മൾ തൊട്ട് മുന്നേ ഒരു ഫിഗർ നോക്കിയാൽ, എന്താ ഈ ഫിഗറിൽ നമ്മൾ ഈ സെൻട്രൽ സെല്ല് അത് ഇതാവും മാറും, പെക്കായി മാറും. PEC പ്രൈമറി എൻഡോസ്പെം സെല്ലായിട്ട് മാറും. മക്കളെ അത്രയും കാര്യങ്ങൾ ഓക്കെയാണെന്ന് സാർ വിശ്വസിക്കുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇതുവരെയുള്ള ഈ ഏരിയയിൽ നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ്. പോളിനേഷൻ. വാട്ട് ഈസ് പോളിനേഷൻ എന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് pollen grains into stigma. From stamen into stigma എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് into stigma. What is pollination? Transfer of pollen grains into stigma. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കണ്ടേ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ആണ്. പോളിനേഷൻ നടക്കുന്ന രീതികൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയുണ്ട് എന്നാ വേഗം പഠിക്കാൻ പറ്റണുള്ളൂ കേട്ടോ. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളല്ല. എടാ മക്കളെ നോക്കടാ, കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ഏതൊക്കെ നോക്കാം. ഓട്ടോഗമി, ഗൈറ്റ്നോഗമി, നെക്സ്റ്റ് സീനോഗമി. ഓക്കെ, ഓട്ടോഗമി, ഗൈറ്റ്നോഗമി, സീനോഗമി. അതിന് മുന്നേ സാർ ഒറ്റ കാര്യം പറയട്ടെ. എടാ സെയിം ഫ്ലവറിൽ നിന്ന് സ്വന്തമായിട്ട് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് സ്വന്തം സ്റ്റിഗ്മയിൽ കൊണ്ടുവെക്കുന്നതിന് നമുക്ക് സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. സെയിം പ്ലാന്റിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെയിം ചെടിയിൽ തന്നെ, സെയിം ഫ്ലവറിൽ തന്നെ, സെയിം ചെടിയിലൊക്കെ ചെയ്യുന്ന സെൽഫ് പോളിനേഷൻ. വേറൊരു ചെടിയുമായിട്ട് ചെയ്യുക, വേറൊരു ഫ്ലവറായിട്ട് വേറൊരു ചെടീൻ്റെ വേറൊരു ഫ്ലവറിലേക്ക് പോകുന്നത് ക്രോസ് പോളിനേഷൻ. അപ്പോൾ സെൽഫ് പോളിനേഷനും ഉണ്ട്, ക്രോസ് പോളിനേഷനും ഉണ്ട്. അതവിടെ മൈൻഡിൽ വെക്കുക. ഇതിൽ തന്നെ 3 ഓട്ടോഗമി, ഗൈറ്റ്നോഗമി, സീനോഗമി. ഓട്ടോഗമി പറഞ്ഞ മക്കളെ നോക്കിക്കോട്ടോ. സാർ ആദ്യം ഒന്ന് പരിപാടി പറഞ്ഞുതരാം. നോക്ക്, ഓട്ടോഗമി, ഗൈറ്റ്നോഗമി, സീനോഗമി 100% പരീക്ഷാ ക്വസ്റ്റ്യൻ. എന്നാ ഞാനൊരു ചെടി, എൻ്റെ ഒരു ഫ്ലവർ, ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ പോളൻ ഗ്രെയിൻസ് അങ്ങോട്ട് സ്റ്റിഗ്മയ്ക്ക് കൊടുക്കുക. സ്വന്തം പരിപാടി നടത്താം. ഓട്ടോഗമി. സെയിം ഫ്ലവർ, സെയിം പ്ലാന്റ് ഒക്കെ സെയിം, സ്വന്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓട്ടോഗമി. ഇനി രണ്ടാമത്തെ ഗൈറ്റ്നോഗമി. നോക്കും, ഞാനൊരു പ്ലാന്റ്, ഇതിൻ്റെ 2 വ്യത്യസ്തമായ ഫ്ലവേഴ്സ്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാം. ദാറ്റ് ഈസ് ഗൈറ്റ്നോഗമി. ലാസ്റ്റ് വൺ സീനോഗമി. ഞാനൊരു പ്ലാന്റ്, ഇതെൻ്റെ ഒരു ഫ്ലവർ, നിങ്ങൾ വേറൊരു പ്ലാന്റ്, നിങ്ങളുടെ കയ്യിലൊരു ഫ്ലവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ വേറെ ഡിഫറെൻറ്റ് പ്ലാന്റ് അല്ലേ? ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ക്രോസ് പോളിനേഷൻ. അതാണ് സീനോഗമി. എന്നാ നോക്കിയോ, ഓട്ടോഗമി, ഗൈറ്റ്നോഗമി, സീനോഗമി. കിട്ടിയല്ലോ. സ്വന്തം തന്നെ വേറെ ഫ്ലവർ. ഓക്കെ, അത്രേ ഉള്ളൂ സാധനം. നോക്ക്, ഇതിൻ്റെ സെൻറ്റൻസുകൾ ഒന്ന് നോക്കി വെക്കാം മക്കളെ. ട്രാൻസ്ഫർ ഓഫ് pollen grains into same flower. ഇവിടെ ഡിഫറെൻറ്റ് ഫ്ലവർ ട്രാൻസ്ഫർ ഓഫ് എഴുതണേ. ട്രാൻസ്ഫർ ഓഫ് pollen grains into different flower, but എന്താണ് പ്രത്യേകത? സെയിം പ്ലാന്റ്. ഇവിടെ സീനോഗമി ഡിഫറെൻറ്റ് പ്ലാന്റ്സിലേക്ക് അയക്കുന്നതാണ്. ഓക്കെ, സാറ് പറയും ഇത് കംപ്ലീറ്റ്ലി സെൽഫ് പോളിനേഷൻ ആണ്. ഇത് ഫങ്ഷണലി സെൽഫ് പോളിനേഷൻ, ബട്ട് ജനറ്റിക്കലി ക്രോസ് പോളിനേഷൻ. ഇത് കംപ്ലീറ്റ്ലി ക്രോസ് പോളിനേഷൻ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടി ഒന്ന് ഓടിച്ചു വിടാം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ട്. ഓട്ടോഗമിയിൽ ചിലപ്പോൾ 2 ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ കാണാറുണ്ട്. ചാസ്മോഗാമസ് ഫ്ലവർ, ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. ചാസ്മോഗാമസ് ഫ്ലവറും ക്ലീസ്റ്റോഗാമസ് ഫ്ലവറും ഉണ്ടാവാറുണ്ട്. ഒന്ന് നോക്കണടാ, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ.
ഓട്ടോഗമിയിൽ നമ്മൾ രണ്ടെണ്ണമുണ്ട്. ചാസ്മോഗാമസും ഉണ്ട്, ക്ലീസ്റ്റോഗാമസും ഉണ്ട്. അപ്പോൾ നോക്കിയേ, ചാസ്മോഗാമസ് ഫ്ലവർ ഓപ്പൺ ആയിരിക്കും. സോ അതിലേക്ക് സെൽഫ് പോളിനേഷനും നടക്കും, ക്രോസ് പോളിനേഷനും വേണം. ഒരു ഓപ്പൺ ആയിരിക്കുമ്പോൾ പുറത്തുനിന്ന് വരാം, സ്വന്തമായിട്ട് ചെയ്യാം. ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ അടഞ്ഞെടുക്കും. അപ്പോൾ ഈ ഫ്ലവറിന് പുറത്തുനിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും പോളൻ ഗ്രെയിൻസ് വരാൻ പറ്റുമോ? ഇല്ല. സോ അതിൽ ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ, ജസ്റ്റ് പേര് മാത്രം. ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൽ ഓട്ടോഗമി ഓൺലി. ചാസ്മോഗാമസ് ഫ്ലവറിൽ ഓട്ടോഗമി നടക്കാം, സീനോഗമി നടക്കാം, കുഴപ്പമില്ല കേട്ടോ, രണ്ടും നടക്കാൻ പറ്റും. എടാ അപ്പോൾ ആ ഏരിയ ഓക്കെ അല്ലേ മക്കളെ? അതിൽ അത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ മതി. എടാ ഇനി ശ്രദ്ധിക്കേണ്ടത് മക്കളെ, വാടാവിടെ ശ്രദ്ധിക്കടാ, എപ്പോഴും വരുന്നതാണ് മക്കളെ. നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കിപ്പോവാം. വിൻഡ് പോളിനേഷൻ, ഏജൻറ്റ് ഓഫ് പോളിനേഷൻസ് ഉണ്ട്. ഏജൻറ്റ് ഓഫ് പോളിനേഷൻ ആണ് ഈ പറയുന്നത്, ഏജൻറ്റ് ഓഫ് പോളിനേഷൻ. എടാ അബയോട്ടിക്കും ഉണ്ട്, ബയോട്ടിക്കും ഉണ്ട്. എല്ലാവർക്കും അറിയാം. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതിലൂടെ പോളിനേഷൻ നടക്കുക. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിൽ കൂടി പോളിനേഷൻ നടത്തുക. ദാറ്റ് ഈസ് ബയോട്ടിക്. വിൻഡ് പോളിനേഷൻ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ പോളിനേഷൻ ഉണ്ട്. വാട്ടർ പോളിനേഷൻ. അതേപോലെ തന്നെ ഇൻസെക്റ്റ് പോളിനേഷൻ ഉണ്ട്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കടാ, വിൻഡ് പോളിനേഷൻ ഇതിന് പ്രോപ്പർട്ടീസാണ്. എടാ കാറ്റിലൂടെ സഞ്ചരിക്കണമെങ്കിൽ, പോളൻ ഗ്രെയിൻസ് ഒക്കെ പോകണമെങ്കിൽ അതിനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. വാട്ടറിലൂടെ പോകണമെങ്കിൽ, ഇൻസെക്റ്റ് വരണമെങ്കിൽ ഒക്കെ പ്രത്യേകത ഉണ്ട്. ഓക്കെ, ആ പ്രത്യേകത ജസ്റ്റ് ആ സംഭവങ്ങളൊന്ന് പഠിച്ച് വെച്ചാൽ സിമ്പിളായിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, എടാ വിൻഡ് പോളിനേഷനിലാണെങ്കിൽ പോളൻ ഗ്രെയിൻസ്, സാറി പറഞ്ഞ നേരെ നോക്കി പോയേ, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് കുറവായിരിക്കും. പിന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും. ഒട്ടിപ്പിടിക്കൂല, നോൺ സ്റ്റിക്കി ആയിരിക്കും. പിന്നെ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും. സ്റ്റേമൻ ഭയങ്കര എക്സ്പോസ് ചെയ്യും, തുറന്നു കിടക്കും, എന്നാലേ പെട്ടെന്ന് കാറ്റിന് പാറിപ്പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും. എന്ത് വന്നാലും ഫെദർ തൂവലൊക്കെ വിരിച്ച് നിൽക്കുന്ന സ്റ്റിഗ്മ, അങ്ങനെ ആഞ്ഞു പിടിക്കാൻ പോളൻ ഗ്രെയിൻസ് അതിൽക്കൂടി പോലും മിസ്സാവരുത്, ഇതിൽക്കൂടി പോലും മിസ്സാവരുത് അല്ലേ. ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും. അതാണ് വിൻഡ് പോളിനേഷൻ പ്രോപ്പർട്ടീസ്. സിമ്പിളാണ്, പഠിക്കണം. വാട്ടർ പോളിനേഷൻ്റെ പ്രോപ്പർട്ടീസ്, പോളൻ ഗ്രെയിൻസ് ഇതാ നോക്കണേ, സിമ്പിൾ പ്രോപ്പർട്ടിയാണ്. പോളൻ ഗ്രെയിൻസ് റിബൺ ലൈക്ക് ആയിരിക്കും. റിബൺ ലൈക്ക് ആയിരിക്കും. അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് കവേർഡ് ബൈ, പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്തിട്ട് വെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് കവേർഡ് ബൈ മ്യൂസിലേജിനസ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ അവിടെ നിൽക്കേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നോക്കിക്കോ. ഈ ഫ്രഷ് വാട്ടറിൽ ഏതൊക്കെ ചെടികളാണ് ഇതിന് എക്സാമ്പിൾ? വാലിസ്നേറിയ, ഹൈഡ്രില്ല, വാലിസ്നേറിയ. അതേപോലെ തന്നെ മറൈൻ കടലിൽ ആരാണ് ഇതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ സൂസ്റ്ററ അഥവാ സീഗ്രാസ്. വാട്ടർ പോളിനേഷനാണ് നടത്തുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുണ്ട്, ട്വിസ്റ്റാണ്. പണ്ടൊക്കെ ട്വിസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ വന്ന് ട്വിസ്റ്റ് പോയി. ഈടാ മക്കളെ, വാട്ടർ ഹയാസിന്ത്, അതേപോലെ തന്നെ ആൻഡ് വാട്ടർ ലില്ലി. പേര് കേൾക്കുമ്പോൾ തന്നെ എളുപ്പമാണ്. വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി. സോ വാട്ടർ പോളിനേഷൻ അല്ല, ഇത് രണ്ടും ഇൻസെക്റ്റ് ആവാം, ഇൻസെക്റ്റ് പോളിനേഷൻ. ഇൻസെക്റ്റ് ഓർ വിൻഡാണ്. ഇൻസെക്റ്റ് പോളിനേഷനിൽ കൊടുക്കുക. നമ്മൾ പേര് കേട്ടിട്ട് കൊണ്ടുപോയി ചാടാൻ നിൽക്കരുത്. ഇനി പറയടാ, ഇൻസെക്റ്റ് പോളിനേഷനിൽ എന്തൊക്കെ ഉണ്ടാവണം? നെക്ടർ ഉണ്ടാവണം. വാട്ട് ഈസ് നെക്ടർ? തേന്. പിന്നെ നല്ല കളർഫുൾ ആവണം, കളർഫുൾ. അതേപോലെ തന്നെ ഇൻഫ്ലോറസൻസ്, പൂങ്കുല, കൊല പോലെ ഇങ്ങനെ ഒന്നിച്ച് ഭംഗിയായിട്ട് നിൽക്കണം. ഓക്കെ, നെക്ടർ തേനുണ്ടാവണം, കളർഫുൾ ആവണം, ഇൻഫ്ലോറസൻസ് ഉണ്ടാവണം, അട്രാക്റ്റീവ് ആവണം. ഓക്കെ, നല്ല അരോമ, നല്ല സ്മെല്ല് വേണം, നല്ല അരോമ വേണം. ഓക്കെ, നല്ല അരോമ ഉണ്ടാവണം, നല്ല സ്മെല്ല് ഉണ്ടാവണം. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെയാണ് പോളൻ ഗ്രെയിൻസ് ഏതിലൊക്കെ, വിൻഡിലും വാട്ടറിലും ഒക്കെ പോളിനേഷൻ നടത്താനുള്ള പ്രോപ്പർട്ടീസ്. എപ്പോഴും വരാറുള്ള 3 മാർക്കിനൊക്കെ വരാറുള്ളതാണ് കേട്ടോ.
ഇത് കണ്ടോ, ഇതാണ് ആ സ്റ്റിഗ്മൻ്റെയും ഇതിൻ്റെയൊക്കെ സാറ് പറഞ്ഞില്ലേ, സ്റ്റേമൻ എക്സ്പോസ്ഡ് സ്റ്റേമൻ സ്റ്റിഗ്മ എന്നൊക്കെ പറഞ്ഞല്ലോ, ഫെദറി സ്റ്റിഗ്മ, അതിൻ്റെയൊക്കെ ഒരു ഫിഗറാണ്. വേണമെന്നില്ല, കഴിഞ്ഞ വർഷം നീറ്റിന് വന്നൊരു ഫിഗറാണ്. ഇത് നമ്മളെ മറ്റേ എംബ്രിയോസ് ഇതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ, മെയിൽ ഗാമീറ്റ് ഫ്യൂസിന് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഒക്കെ. വേണമെന്നില്ല മക്കളെ, ഇതിലേക്ക് എത്താം. ഇതുവരെയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓക്കെ ആയിട്ട് റെഡി ആയിട്ട് പഠിച്ചിട്ടിരിക്കുക. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. എടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇപ്പോൾ ഇതുവരെ എടുത്തതിൽ സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഇതുവരെ എടുത്തതിൽ പഠിക്കേണ്ടത്, ഒന്ന് ഡബിൾ ഫെർട്ടിലൈസേഷൻ, 2 നമ്മളെ എംബ്രിയോ സാക്കിൻ്റെ ഫിഗർ, അതൊക്കെയാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓവ്യൂള്, പിന്നെ മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്, ഈ വക കാര്യങ്ങൾ മാത്രം ഇപ്പോഴുള്ളതിൽ മക്കളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആ സംഭവങ്ങളാണ് മിക്കവാറും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? മതി മക്കളെ. എന്നാലേ ഇനി നമുക്ക് ഒന്ന് മൂവ് ഓൺ ചെയ്യാം, ഒന്ന് സ്പീഡാക്കാം. പെട്ടെന്ന് തീരും. എടാ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. നോക്കിക്കോ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എന്താടാ മക്കളെ, ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിന് എന്തൊക്കെ സ്റ്റെപ്പ്? NCERT പറയുന്ന സ്റ്റെപ്പുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഒന്ന് ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ആന്തറിനെ റിമൂവ് ചെയ്യാം. എടാ അത് ബൈസെക്ഷൽ ആണെങ്കിൽ, അതായത് ആർട്ടിഫിഷ്യൽ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യണം. അപ്പം എൻ്റെ അടുത്തൊരു ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവറിൽ പോളൻ ഗ്രെയിൻസും ഉണ്ട്, സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു പോളൻ ഗ്രെയിൻസ് ഇതിൽ കയറ്റണമെങ്കിൽ ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് ആദ്യം കട്ട് ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. റിമൂവൽ ഓഫ് ആന്തർ. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിൽ ആണുണ്ട് പെണ്ണുണ്ട്, അതാണ് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ റിമൂവൽ ഓഫ് ആന്തർ, ദാറ്റ് ഈസ് ഇമാസ്കുലേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ്. 2 ബാഗിങ് കവർ ചെയ്ത് വെക്കുക. ഈ സ്റ്റിഗ്മ കവർ ചെയ്ത് വെക്കുക, ഒരു പോളിത്തീൻ ബാഗ്. എന്തിനാണ് കവർ ചെയ്യുന്നത്? എടാ കാറ്റിനെങ്ങാനും പാറി വേറെ ആരെങ്കിലും വന്നിരുന്നാലോ, പ്രശ്നമില്ലേ, നമ്മൾ വിചാരിച്ച് വെക്കണ്ടേ. എന്നിട്ട് ഇത് പതുക്കെ റിമൂവ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പിന്നെ ഇട്ട് കൊടുക്കുക, പോളൻ ഗ്രെയിൻസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും റീബാഗ് ചെയ്യുക. ഓക്കെ, ഇത്ര പരിപാടിയുള്ളൂ. ഇത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചിലപ്പോൾ റയറായിട്ടൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തതൊന്ന് ശ്രദ്ധിച്ചോ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള സാധനമാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണേ, ഫൈനലിലും ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് നോക്ക്. അപ്പോൾ ഈ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്താണ് അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കാണാണ്ട് പഠിച്ചൊരു കാര്യമില്ല. ഓക്കെ, ചിലപ്പോൾ അതായത് സ്വന്തമായിട്ട് ഇപ്പം ഞാനൊരു ചെടി, ഫ്ലവർ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാണ്, സെൽഫ് അങ്ങനെ ഉണ്ടാകുമ്പോൾ തലമുറകളിൽ പല റിസസീവായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ പലതും അടിഞ്ഞുകൂടാം, പല അസുഖങ്ങളും വരാം, ചെടി നശിച്ചു പോവാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. ഇത് നമ്മൾ ഓവർകം ചെയ്യണമല്ല, ചെടി എന്നെ സ്വന്തമായിട്ട് ഓവർകം ചെയ്യും. എങ്ങനെ? ക്രോസ് ചെയ്തിട്ട് വേറെ ആളുമായിട്ട്, വേറെ ഫ്ലവറുമായിട്ട്, വേറെ ചെടിയായിട്ട് ക്രോസ് ചെയ്യാൻ നോക്കും. ഈ സ്വന്തം ഇതിൽ ക്രോസ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കും. ഓക്കെ, അതാണ് സംഭവം. ഔട്ട്ബ്രീഡിങ് ഡിവൈസ്, അതായത് വേറൊരാളായിട്ട് ബ്രീഡ് ചെയ്യാനുള്ള സഹായിക്കുന്ന സാധനങ്ങൾ, ദാറ്റ് ഈസ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. മക്കളെ അതെന്തൊക്കെയാണെന്ന് നോക്കുക കേട്ടോ, നോക്കണേ. എടാ നമ്മുടെ പോളൻ ഗ്രെയിൻസും അതായത് ആന്തർ, അല്ലെങ്കിൽ ആന്തർന്ന് ജസ്റ്റ് അങ്ങനെ ആലോചിച്ചാലും മതി. നോക്ക്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ, അതായത് ആണും പെണ്ണും ഓൺ ഡിഫറെൻ്റ് ലൊക്കേഷൻ വേറെ സ്ഥലത്താക്കുക. ഇതിപ്പോൾ ഒരു ഫ്ലവർ, ഇവിടെ ആന്തർ, ഇവിടെ സ്റ്റിഗ്മ. ഇവർ കണ്ടുവിട്ടാൻ കാറ്റിന് പാറി വരാൻ ചാൻസ് കുറവാണ്. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഓൺ ഡിഫറെൻറ്റ് ലൊക്കേഷൻ, ഫ്ലവർ ആക്കുന്നതാണ് കേട്ടോ, ആ രീതിയിൽ ഉണ്ടാക്കി മാറ്റും. പിന്നെ ആന്തർ ആൻഡ് സ്റ്റിഗ്മ മെച്വർ ഓൺ ഡിഫറെൻറ്റ് ടൈം. ഡിഫറെൻറ്റ് ടൈമിൽ മെച്വർ ആവുക. അപ്പോൾ ആന്തർ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് സ്റ്റിഗ്മയിലെത്തിയപ്പോൾ സ്റ്റിഗ്മ ജദാ
ഞങ്ങൾക്കല്ല പ്രായം ആയിട്ടില്ല ടാ, ആ ഒരു അവസ്ഥ. രണ്ടുപേരും മെച്ചുറാണ് രണ്ട് പ്രായത്തിൽ. അപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള പരിപാടിയൊന്നും നടക്കില്ല. അതായത് സെയിം ഫ്ലവറിലാണ്, സെയിം ഫ്ലവറിലും സെയിം പ്ലാന്റിലുമാണ് ഈ പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് സെയിം പ്ലാന്റിൽ നിന്ന് ഒഴിവാക്കാം, വേറെ പ്ലാന്റിലാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മേക്ക് യൂണിസെക്ഷൽ ഫ്ലവർ. ഇതാ നോക്ക് സംഭവത്തോളും മേക്ക് യൂണിസെക്ഷൽ ഫ്ലവറിനെ യൂണിസെക്ഷൽ ആക്കുക. യൂണിസെക്ഷൽ മീൻസ് ഒഡ് സെക്സ്, ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, അങ്ങനത്തെ ഫ്ലവറുകൾ ഉണ്ടാക്കാം, അങ്ങനെയാവാം. അല്ലെങ്കിൽ മേക്ക് ഡൈഷ്യസ് പ്ലാന്റ്, ഡൈസി എന്നൊക്കെ പറയും. എടാ അതായത് ആ പ്ലാന്റിനെ ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് ആ രൂപത്തിലാക്കുക, അങ്ങനത്തെ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് രണ്ടും കൂടി ബൈസെക്ഷൽ വരുമ്പോഴല്ലേ ഈ പ്രശ്നം. അപ്പോൾ നോക്കടാ, ഈ ഒരു 4 പോയിന്റ് വളരെ സിമ്പിളായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഓൺ ഡിഫറെൻറ്റ് ലൊക്കേഷനിലാക്കുക, ആന്തർ ആൻഡ് സ്റ്റിഗ്മ മെച്ചുർ ഓൺ ഡിഫറെൻറ്റ് ടൈം. ഈ ഒരു 4 പോയിന്റ് പഠിച്ച ഔട്ട് ബ്രീഡിങ് ഡിവൈസുകളായി. അത്ര കാര്യങ്ങൾ നമ്മൾ അതിൽ നോക്കേണ്ടതുള്ളൂ. ഇനി മക്കളെ, ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കുറച്ചും കൂടി മർമ്മപ്രധാനമായിട്ടുള്ള 2 ഏരിയയിലേക്ക് പോകുന്നത്. ഇതാ ഇവിടെ നോക്കടാ സാറ്, ഇതെന്താ സാധനം? ഇതാ ചാപ്റ്റർ 1 മറിയാണ്. ഡൈക്കോട്ടിൻ്റെ എംബ്രിയോ ആണ് കേട്ടോ മക്കളെ. എന്തിൻ്റെ എംബ്രിയോ ആണെടാ? ഡൈക്കോട്ടിൻ്റെ എംബ്രിയോ. സാർ ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് ഇവിടെ എത്തിയാണ് അതിൻ്റെ ഇടയിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ വരുന്നത്. ഓക്കെ സാർ, അത് ആദ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ പറ, ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ട് ഉണ്ടായില്ലേ? ആരുണ്ടായി? അതവിടെ കട്ടെ. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ആരാ ഉണ്ടായത്? സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവരും പറയുക? എംബ്രിയോ ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാവും. ആ എംബ്രിയോ ആണ് ഡൈക്കോട്ട് ചെടിയുടെ എംബ്രിയോ ആണ്. മക്കളൊന്ന് നോക്കിയടാ, സിമ്പിളായിട്ട് നോക്കാം. ഇവിടെ ഡൈക്കോട്ടിലിഡൻ എത്ര കോട്ടിലിഡൻ ഉണ്ട്? 2. ഓക്കെ, ഇതാണ് അതിൻ്റെ എംബ്രിയോണൽ ആക്സിസ്. കണ്ടോ? ഇതിൻ്റെ മേൽഭാഗത്ത് ആര്? പ്ലിമ്യൂൾ, താഴെ റാഡിക്കിൾ, അതിൻ്റെ അടിയിൽ റൂട്ട് ക്യാപ്പ്. ഇത് കണ്ടോ വേറൊരു സാധനം ഹൈപ്പോകോട്ടൈൽ. എന്താ പറഞ്ഞേടാ? ആ എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, എംബ്രിയോണൽ ആക്സിസ് കണ്ടോ? എംബ്രിയോണൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗം എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എംബ്രിയോണൽ ആക്സിസ് ഇമ്പോർട്ടൻ്റ് ആണ്. എടാ ആ എംബ്രിയോണൽ ആക്സിസിൽ നോക്കണേ, സാർ പറഞ്ഞ് ശ്രദ്ധിക്കണേ. above the attachment of കോട്ടിലിഡൻ്റെ മുകളിൽ കോട്ടിലിഡൻസ് ഇതല്ലേ? 2 കോട്ടിലിഡൻസ്. ഇതാ 2 കോട്ടിലിഡൻസ് അല്ലേ? അതിൻ്റെ മുകളിൽ ഈ എംബ്രിയോണൽ ആക്സിസ്. ഇത് ശരിക്കും ഈ ഫിഗർ കറക്റ്റ് അല്ല, ഇതിന് കുറച്ചും കൂടി മേലക്കുണ്ട്. ഈ മേൽഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ. അത് ആ ഫിഗറിൽ ഇല്ല, പക്ഷെ നമ്മൾ പഠിക്കണം. above the attachment of cotyledon in embryonal axis called എപ്പികോട്ടൈൽ. എന്നാൽ ഇതേപോലെ below the attachment of cotyledon, below the attachment of cotyledon, below the attachment of cotyledon ആണ് hypocotyl. മക്കളെ മനസ്സിലാക്കി വെച്ചോളുക. above the attachment of cotyledon embryonal axis epicotyl, below the attachment of cotyledon hypocotyl. ജസ്റ്റ് ആ ഒരു വാക്കുകൾ പഠിച്ചു വെക്കുക. ഈ ഫിഗർ വെരി ഇമ്പോർട്ടൻറ്റ്, മറക്കാൻ പറ്റൂല. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. ഒന്ന് നോക്കിക്കോ. നമ്മളെ പെന്നില്ലേ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയൈ അല്ലേ? അത് ഡെവലപ്പ് ചെയ്തിട്ട് എൻഡോസ്പേമായി മാറുന്നുണ്ട് കേട്ടോ. എന്തായി മാറുന്നുണ്ട്? എൻഡോസ്പേം, കംപ്ലീറ്റ് ആയിട്ടൊരു എൻഡോസ്പേമായിട്ട് മാറും. ആ മാറുന്നതിൻ്റെ ഇടയിൽ ഇതിന് ആദ്യം ഒരു ഡിവിഷൻ നടന്നിട്ട് ഇത് എന്തുണ്ടാവും എന്നറിയോ? ഫ്രീ ന്യൂക്ലിയൈ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ കുറേ ന്യൂക്ലിയസ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയൈ അല്ലേ? കണ്ടമാൻ ന്യൂക്ലിയസ് മാത്രം ഇങ്ങനെ ഉണ്ടാവുക. ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റും സെല്ല് ആദ്യം വരില്ല, ആദ്യം ന്യൂക്ലിയസുകൾ വരിക. അതിനൊരു എക്സാമ്പിളാണ് ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിൻ്റെ എക്സാമ്പിളാണ് കോക്കനട്ട് വാട്ടർ. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിലും സെല്ലുലാർ എൻഡോസ്പേം വരും. ആ സെല്ലുലാർ എൻഡോസ്പേമാണ് മക്കളെ നമ്മൾ പെക്ക് പഠിച്ചില്ലേ, PEC. ആ ഒരു സാധനമൊക്കെ വളർന്ന് പറഞ്ഞ് സെല്ലുലാർ എൻഡോസ്പേം വരും. അതാണോ തേങ്ങൻ്റെ കാമ്പ്, ആ വെള്ളക്കാമ്പ്, വൈറ്റ് കേണൽ. അപ്പോൾ സാറൊരു സംശയം ചോദിക്കട്ടെ. ആദ്യം സൈഗോട്ട്, അതായത് ഉണ്ടായ ചെറിയ 2N, അത് എംബ്രിയോ ആവുകയാണോ ചെയ്യുക?
അതോ എൻഡോസ്പേം ഉണ്ടാവുകയാണോ ചെയ്യുക? എൻഡോസ്പേം ഉണ്ടാവുകയാണോ ചെയ്യുക? എൻ്റെ മക്കളൊന്ന് പറഞ്ഞ് ആദ്യം എൻഡോസ്പേം ആണ് ഉണ്ടാവുക കേട്ടോ, എന്നിട്ടേ സൈഗോട്ട് എംബ്രിയോ ആവുള്ളൂ. അതിൻ്റെ കാരണം ഈ സൈഗോട്ട് എംബ്രിയോ ആകുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനമാണ് എൻഡോസ്പേം. സോ ആദ്യം ആര് കുറച്ചുണ്ടാവണം? എൻഡോസ്പേം ആദ്യം കുറച്ചുണ്ടാവണം, എന്നിട്ടേ ബാക്കി നടക്കുള്ളൂ, എന്നിട്ടേ എന്തുണ്ടാവുള്ളൂ? സൈഗോട്ട് എംബ്രിയോ ആവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോ, സൈഗോട്ട് എംബ്രിയോ ആവുന്നതിന് മുന്നേ ആര് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും? എൻഡോസ്പേം. കാരണം ഈ എൻഡോസ്പേം ഉപയോഗിച്ചിട്ടാണ് സൈഗോട്ട് എംബ്രിയോ ആവുക. ഇനി സൈഗോട്ട് എംബ്രിയോ ആയി ഡെവലപ്പ് ആകുമ്പോഴേക്ക് മുഴുവൻ എൻഡോസ്പേമും തീർക്കുന്ന ആൾക്കാരാണ് പീ ഗ്രൗണ്ട് നട്ടൊക്കെ. ഓക്കെ, എന്നാൽ ചില ആൾക്കാർ എൻഡോസ്പേം ഫുള്ളായിട്ട് തീർക്കൂല. അതാണ് കോക്കനട്ടൊക്കെ, കാസ്റ്റർ കോക്കനട്ടൊക്കെ എൻഡോസ്പേം മുഴുവനായിട്ട് തീർക്കൂല. എടാ ഇനി അത് ഡൈക്കോട്ട്. ഇനി അതേപോലെ നമുക്ക് പറയാനുള്ളതാണ് ദാ മോണോക്കോട്ട് എംബ്രിയോ. മോണോക്കോട്ടിൻ എംബ്രിയോ ഇതിൽ ഓക്കെ, ഇതിൽ കോട്ടിലിഡൻ ആണ് സ്ക്യൂട്ടല്ലം. വെരി ഇമ്പോർട്ടൻറ്റ്. സ്ക്യൂട്ടല്ലമാണ് ഇതിൻ്റെ കോട്ടിലിഡൻ. സ്ക്യൂട്ടല്ലമാണ് ഇതിൻ്റെ കോട്ടിലിഡൻ. കണ്ടോ സൈഡിൽ. ഇനി ഇതിൽ കണ്ടില്ലേ ഈ കോട്ടിലിഡൻ കണ്ടോ? ഈ ഭാഗത്തല്ലേ കോട്ടിലിഡൻ? ഇതിൻ്റെ മേൽഭാഗമില്ലേ, ഈ മേൽഭാഗം, ഇത്ര ഭാഗം. ആ ഒരു അത്ര ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എപ്പികോട്ടൈൽ. ഇതിലുണ്ടാ വാക്ക്. എബവ് ദ അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിലിഡൻ ഇസ് എപ്പികോട്ടൈൽ. ഇനി ബിലോ ആണെങ്കിലോ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഭാഗത്തിന് മൊത്തത്തിൽ എന്ത് വിളിക്കും? ഹൈപ്പോകോട്ടൈൽ. അത് നേരത്തെ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇതിലിപ്പോൾ മനസ്സിലാക്കേണ്ടത് സ്ക്യൂട്ടലിലാണ് ഇതിൻ്റെ കോട്ടിലിഡൻ. ഇനി മേലെ നോക്കിയാൽ ഷൂട്ടിൻ്റെ അപ്പെക്സ് കാണാം, അതിനെ കവർ ചെയ്തിട്ടുള്ള വെറുതെയുള്ള ഷീത്താണ് കോളിയോപ്റ്റൈൽ. താഴെ നോക്കിയേ റാഡിക്കൽ, പിന്നെ റൂട്ട് ക്യാപ്പ് ഉണ്ട്, അതിനൊക്കെ കവർ ചെയ്തിട്ടുള്ള സാധനമാണ് കോളിയോറൈസ. വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ. ജസ്റ്റ് ആ ഫിഗർ ഒന്ന് കാണാതെ പഠിക്കുക, ആ പേരുകൾ. എപ്പിബ്ലാസ്റ്റ് നോക്കണമെന്നില്ല കേട്ടോ, നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി മക്കളെ. സ്ക്യൂട്ടൽ ആരാണ് എന്താണെന്ന് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എടാ അതുവരെ ഓക്കെ അല്ലേ മക്കളെ? അത്രയും കാര്യങ്ങൾ ഓക്കെ ആയിരിക്കണം. എന്നാൽ ഇനി ഇവിടെ ശ്രദ്ധിക്കും, ഇനി കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട് ഫിഗർ ബേസ്ഡ് അല്ലാത്തത്. എടാ നോക്കടാ, ഏർലി ഡെവലപ്മെൻറ്റ്. ഇത് ഡെവലപ്മെൻറ്റ് എന്നാണ് വായിക്കുക കേട്ടോ. ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. എംബ്രിയോൻ്റെ ഏർലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എംബ്രിയോജനി. എന്താടാ വിളിക്കുക? എംബ്രിയോജനി. ഈ എംബ്രിയോ ആവുന്ന ആ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് മക്കളെ? അത് മോണോകോട്ടിലും ഡൈക്കോട്ടിലും ഒക്കെ സെയിം ആണ്. ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഇസ് കോൾഡ് എംബ്രിയോജനി. ഈ നോക്ക്, സൈഗോട്ട് ആദ്യം ആവുക പ്രോ എംബ്രിയോ, പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഗ്ലോബുലാർ എംബ്രിയോ, പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ. ആ ഒരു രൂപത്തിലേക്ക് എത്തും, ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ. എന്നിട്ട് അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്ത് എംബ്രിയോ ആവുക? മെച്വർ എംബ്രിയോ. ആ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും ചിത്രം. ഇത്രയും സ്റ്റേജ് കടന്നിട്ടാണ് മെച്വർ എംബ്രിയോ ആണ്. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ, മെച്വർ എംബ്രിയോ. ഏർലി സ്റ്റേജ് ഡെവലപ്മെൻറ്റ് നമ്മൾ എംബ്രിയോജനി എന്ന് വിളിക്കും. എടാ ഇത്രയും ഭാഗം അവിടെ നിൽക്കട്ടെ, ആ ഒരു ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ് ഉണ്ടാവുക? സീഡ് അല്ലേ? സീഡ് ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് സീഡ്. സീഡിനെ നമുക്ക് രണ്ട് ടൈപ്പ് വിളിക്കാം, ആൽബുമിനസ് ഓർ എക്സ് ആൽബുമിനസ്. എന്താ സാറേ ഈ ആൽബുമിനസും എക്സ് ആൽബുമിനസും? ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ ഹാസ് റെസിഡ്യുവൽ ഹാസ് റെസിഡ്യുവൽ എൻഡോസ്പേം ബാക്കി ഉണ്ടാവും. എക്സ് ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ നോ റെസിഡ്യുവൽ എൻഡോസ്പേം ബാക്കി ഉണ്ടാവൂല. ഇതിന് എക്സാമ്പിൾ ആൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം, കോക്കനട്ട്, കാസ്റ്റർ ഒക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ, കാസ്റ്റർ സാധനങ്ങളൊക്കെ. എക്സ് ആൽബുമിനസ് എൻഡോസ്പേം ഇല്ലാത്തതിന് എക്സാമ്പിളാണ് നമ്മുടെ ബീൻസ്, ഗ്രൗണ്ട് നട്ട് എക്സെട്ര. സാധനം കിട്ടിയല്ലോ. ഇനി ചില ചെടികളിൽ ഈ ഒരു പോയിന്റ് അതേപോലെ ഒന്ന് വേഗം മൈൻഡിലേക്ക് കയറ്റുക കേട്ടോ. ചില ചെടികളിൽ നമ്മുടെ ന്യൂസെല്ലസ് ഉണ്ടല്ലോ, ന്യൂസെല്ലസ് പേഴ്സിസ്റ്റ്. പടച്ചോനെ ഏതാ ന്യൂസെല്ലസ് എന്ന് മറന്നാ?
വേഗം ഒവ്യൂളിൻ്റെ ചിത്രം എടുത്ത് നോക്കുക. അതിന് ഒവ്യൂൾ ഏതാണെന്ന് ഓർമ്മ ഉണ്ട് അല്ലേ? കുഴപ്പമില്ല. ന്യൂസെല്ലസ് പെർസിസ്റ്റ്, അതായത് സീഡ് ആയിക്കഴിഞ്ഞാലും സീഡ് ഉണ്ടായാലും ന്യൂസെല്ലസ് അവിടെ പെർസിസ്റ്റ് ചെയ്യും, അവിടെ നിലനിൽക്കും. കോൾഡ് അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. എന്താടാ മക്കളെ, എന്താടാ വിളിക്കുക? പെരിസ്പേം. ന്യൂസെല്ലസ് പെർസിസ്റ്റ്, സീഡ് ആയാലും ന്യൂസെല്ലസ് ബാക്കി ഉണ്ടാവുക, പെർസിസ്റ്റ്. പെരിസ്പേം. ഇതിന് എക്സാമ്പിളാണ്, നമുക്ക് അറിയുന്ന ആൾക്കാരാണ് ബ്ലാക്ക് പെപ്പറും പെപ്പറാണ് ബ്ലാക്ക് പെപ്പറും അതേപോലെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ബ്ലാക്ക് പെപ്പറും ബീറ്റിലൊക്കെ ന്യൂസെല്ലസ് അവിടെ പെർസിസ്റ്റ് ആയിരിക്കും. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് മക്കളെ. എന്നാ നോക്കടാ, എന്നാ അതിൻ്റെ കണ്ടിന്യൂഷനിൽ നമുക്കൊന്ന് നോക്കാം. ഫ്രൂട്ടിനെ പറ്റി ഒന്ന് വേഗം ഓടിച്ചു നോക്കാം. ഫ്രൂട്ട് 2 ടൈപ്പ് ഉണ്ട്. ട്രൂ ഫ്രൂട്ട് ഉണ്ട്, ഫാൾസ് ഫ്രൂട്ട് ഉണ്ട്. ട്രൂ ഫ്രൂട്ട് പറഞ്ഞാൽ ഡെവലപ്പ് ഫ്രം ഓവറിന്ന് ഡെവലപ്പ് ചെയ്യണ ട്രൂ ഫ്രൂട്ട്. എന്നാൽ ഓവറി അല്ലാത്ത ബാക്കിയുള്ളവരിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫാൾസ് ഫ്രൂട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെവലപ്പ് അതർ ദാൻ ഓവറി. ഇപ്പോൾ ഡെവലപ്പ് അതർ ദാൻ ഓവറിയാണ്. ഡെവലപ്പ് ഫ്രം സാറിങ്ങനെ എഴുതാം, ഡെവലപ്പ് ഫ്രം തലാമസ് എഴുതാം, തലാമസ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ആപ്പിൾ, സ്ട്രോബെറി ആണേ, കാഷ്യൂ. എടാ അപ്പോൾ ട്രൂ ഫ്രൂട്ടോ, ബാക്കി എല്ലാ ഫ്രൂട്ടും അങ്ങനെ വിചാരിച്ചോ. ഓക്കെ, പറ. ഫ്രൂട്ട്സ് ട്രൂ ഫ്രൂട്ട് ഉണ്ട്, ഫാൾസ് ഫ്രൂട്ട് ഉണ്ട്. ഡെവലപ്പ് ഫ്രം ഓവറി ആണെങ്കിൽ ട്രൂ ഫ്രൂട്ട്, ഡെവലപ്പ് അതർ ദാൻ ഓവറി ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം തലാമസ് ആണെങ്കിൽ ഫാൾസ് ഫ്രൂട്ട്. ഇത്രേ ഉള്ളൂ. ഇനി അടുത്താണ് മക്കളെ, കഴിഞ്ഞ കൊല്ലം +1 പഠിച്ചാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് അല്ലേ? ഇതൊക്കെ എളുപ്പമുള്ള ഏരിയ കേട്ടോ. പാർത്തനോകാർപ്പിക്. എടാ, ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയിക്കോ. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫെർട്ടിലൈസേഷൻ നടക്കണില്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇത് മിക്കവാറും സീഡ്ലെസ് ആയിരിക്കും, സീഡുകൾ ഉണ്ടാവില്ല. നമുക്ക് ഹോർമോൺസ് ഉപയോഗിച്ച് ഇൻഡ്യൂസ് ചെയ്യാം. എക്സാമ്പിൾ ബനാന. ഫ്രൂട്ടിന്ന് ഇതേ വരാൻ ചാൻസ് ഉള്ളൂ. ഫ്രൂട്ടിൻ്റെ വാളിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ് കേട്ടോ. പെരികാർപ്പ് ഇത് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഫ്രൂട്ട് വാൾ ഇസ് പെരികാർപ്പ്. എടാ, ഈ ഒരു 2 പോയിന്റ്സ് നോക്കി വെക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമുക്കിതൊന്നും ഇല്ലാണ്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റൂല. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അതില്ലാണ്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റൂല. ഇന്ന് അവിടെ ശ്രദ്ധിച്ചോ മക്കളെ, സീഡിൻ്റെ ഒരു വലിയ പ്രോപ്പർട്ടിയാണ് ഡോർമൻസി കേട്ടോ. ഒന്ന് പറയടാ, എന്താണ് ഡോർമൻസി? സീഡ് അനങ്ങാതെ അവിടെ എടുക്കുക. കുറേ കാലം സീഡ് മെച്ചുറായതിനൊക്കെ ശേഷം ഒരു മുളയ്ക്കാതെ വേണമെങ്കിൽ കുറേ കാലം സീഡ് കെടുക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഡോർമൻസി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോ വർഷവും അരികൾ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്, അടുത്ത വർഷത്തേക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു സീസൺ ആകുമ്പോൾ വീണ്ടും ഇത് സീഡൊക്കെ വീണ്ടും ഇടാനും വീണ്ടും ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഡോർമൻസി സ്റ്റേജാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ഡോർമൻസി. എത്ര കാലം ഡോർമൻസിയിലിരിക്കും? സീഡ് അനങ്ങാതെ കേടുവരാതെ ഇരിക്കും. കേടുവരില്ല. പറയാം എത്ര കാലം ഇരിക്കും ഡോർമൻസി? ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 10,000 years ഒക്കെ ഇരുന്ന സീഡുണ്ട്. 10,000 years ഒക്കെ ഇരുന്ന സീഡുണ്ട്. ദാറ്റ് ഈസ് ലുപ്പൈൻ്റെ സീഡ്സ്. അതേപോലെ തന്നെ നമ്മളെ ഒരു 2,000 years ഇരുന്നതാണ് ഡേറ്റ് പാം. എടാ, നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ ഡേറ്റ് പാം. ഓക്കെ, ഇതൊക്കെ 2000 years ഒക്കെ ഡോർമൻസിയിൽ ഇരുന്നുണ്ട്. ഫിനിക്സ് ഡാക്ടൈലിഫെറ എന്നൊക്കെ പറയും ഡേറ്റ് പാമിന് കേട്ടോ. ഇതൊക്കെ 2000 വർഷം മറ്റേ 10000 വർഷം ഏത് സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്? ഡോർമൻസി സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട്. അതവിടെ വിട്ടേക്ക്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനം, ദാറ്റ് ഈസ് അപ്പോമിക്സിസ്. എടാ, നമ്മൾ നേരത്തെ പഠിച്ചു, നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ നോക്കിയതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, പാർത്തനോകാർപ്പി. അപ്പോൾ അപ്പോമിക്സിസ് ഇതാ നോക്കിക്കേ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് അല്ല, ഇവിടെ സീഡാണ്. സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് സീഡ് ഉണ്ടാവുക. ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ എക്സാമ്പിളായിട്ട് ഗ്രാസ്,
അതേപോലെ തന്നെ സൺഫ്ലവറിൻ്റെ ഫാമിലി, അസ്റ്ററേഷ്യ ഫാമിലി. നിങ്ങൾ ഗ്രാസ് പഠിക്കുക. അപ്പോൾ വാട്ട് ഈസ് അപ്പോമിക്സ് എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. പാർത്തനോകാർപ്പിയ അപ്പോമിക്സ്, ഇത് ഡെവലപ്പ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരൊറ്റ പോയിന്റ് കൂടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ യൂസസ്, അപ്ലിക്കേഷൻ എന്താണ്, അപ്പോമിക്സിസ് കൊണ്ട് എന്താണ് നമുക്ക് ഉപയോഗം. നോക്ക്, ലോ കോസ്റ്റാണ്, വലിയ ചിലവൊന്നും ഇല്ലാത്ത പ്രോസസ്സാണ്. പിന്നെ രണ്ടാമത്തത്, എന്തിനാ സാർ ഇതിപ്പോൾ ചെയ്യണത്, ഇപ്പോൾ പുല്ലിൽ താൻ നടക്കണതല്ല. അല്ലടാ, ഞാൻ ഒരു ഹൈബ്രിഡ് ചെടി ഉണ്ടാക്കി, ഒരു അലക്കിണ്ണം കാച്ച ചെടി, നല്ല ക്യാരക്ടറൊക്കെ നല്ല പഴങ്ങനെ കൊലച്ചിങ്ങനെ നിൽക്കുന്ന ചെടി. പക്ഷേ അടുത്ത തലമുറയ്ക്ക് ആ ചെടി പോകുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് സീഡ് ഉണ്ടാകുമ്പോൾ വേരിയേഷൻ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലേ? പക്ഷേ അപ്പോമിക്സ് നടക്കുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണില്ലല്ലോ, ഫെർട്ടിലൈസേഷൻ നടക്കണില്ലല്ലോ. അപ്പോമിക്സിസ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇറ്റ്സ് നോട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അസെക്ഷൽ ആകുമ്പോൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതേപോലത്തെ കുട്ടി ഉണ്ടാവും, അല്ലേ? ആദ്യം ഉണ്ടാക്കി അതേപോലത്തെ ചെടി ഉണ്ടാവും. അപ്പോൾ ആ ചെടികൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. എടാ, ലോ കോസ്റ്റാണ്, അങ്ങനെ ഉണ്ടാക്കാൻ കോസ്റ്റൊക്കെ കുറവാണ്. പിന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റും. എന്ത്? ഹൈബ്രിഡ് പ്ലാന്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ക്യാരക്ടർ പ്രിസർവ് ചെയ്യാൻ പറ്റും. അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റിനെ ഫോം ചെയ്യാൻ പറ്റും വിത്ത് സെയിം ക്യാരക്ടർ വെച്ചിട്ട് പുതിയ ചെടീനെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ഉപയോഗമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോമിക്സിസ് എപ്പോഴും വേണമെങ്കിലും വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്, നമ്മളതിലെ മെയിൻ ലാസ്റ്റ് ടോപ്പിക്, പോളി എംബ്രിയോ. എടാ, വേർഡ് ഇറ്റ് സെൽഫ്, കുറേ എംബ്രിയോ സാക്ക് ഉണ്ടാവുക. സാധാരണ ഒന്നിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ സാക്കല്ലേ, അല്ലെങ്കിൽ ഒരു എംബ്രിയോ അല്ലേ ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കുറേ എംബ്രിയോ സാക്കല്ലേ, കുറേ എംബ്രിയോ ഉണ്ടാവും, കുറേ കുട്ടികളുണ്ടാവും, കുറേ സീഡിൻ്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോസ് ഉണ്ടാവുക. ഓക്കെ, സാധാരണ ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എംബ്രിയോ ആവുക, അങ്ങനെയല്ലേ ഉണ്ടാവുക. പക്ഷേ ഇത് ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒരുപാട് എംബ്രിയോ, ദാറ്റ് ഈസ് പോളി എംബ്രിയോ. ഇങ്ങനെ കാണിക്കുന്നത് മോർ ദാൻ വൺ എംബ്രിയോ എന്ന് എഴുതിയാൽ മതി. മോർ ദാൻ വൺ എംബ്രിയോ, സിമ്പിൾ സാധനം. ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ സിട്രസ്, അതേപോലെ തന്നെ മാംഗോ, ഇതിലാണ് ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് ആ ഒരു കാര്യം പഠിച്ചാൽ മതി. പോളി എംബ്രിയോ, മോർ ദാൻ വൺ എംബ്രിയോ കാണിക്കുക സിട്രസിലും മാംഗോയിലും. എടാ, ഇതൊക്കെ ഓരോ സീഡിൻ്റെ ചിത്രമാണ്. ഇതിൽ ഈ ചിത്രമാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഫിഗർ മാത്രം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരൊറ്റ ഫിഗർ ഇത് നിങ്ങൾ +1 പഠിച്ചാണ്. എടാ, എൻഡോസ്പോം നോക്കുക, സ്ക്യൂട്ടലം നോക്കുക, കോളിയോപ്റ്റൽ പ്ലിമ്യൂൾ റാഡിക്കൽ കോളിയോറൈസ. ഇത് +1 പഠിച്ച ഫിഗറാണ്, ബാക്കിയൊന്നും നോക്കണമെന്നില്ല. എടാ, ഇതാണ് നമ്മളെ ഫാൾസ് ഫ്രൂട്ട്, ആപ്പിൾ സ്ട്രോബെറി. കണ്ടോ, ഫിഗർ തന്നാൽ ജസ്റ്റ് ആപ്പിൾ സ്ട്രോബെറി ആണെന്ന് മനസ്സിലാക്കുക. ഈ നമ്മൾ കഴിക്കുന്ന ഭാഗമല്ലേ, ആപ്പിൾ നമ്മൾ കഴിക്കുന്ന ഭാഗം തലാമസ് ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എടാ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അവിടെ കട്ടെ. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. ഞാൻ ഈ എഴുതുന്ന സാധനത്തിൻ്റെ വേറെ പേര്, കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. ആദ്യം മൈക്രോസ്പൊറാഞ്ചിയം, ഇതൊന്ന് എഴുതി വെക്കണം എല്ലാവരും, പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എടാ, മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്തിട്ട് എന്താവുക? പോളൻ സാക്ക് ആവുക, അല്ലേ? അതേപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ മറ്റൊരു പേരാണ്, ഇത് ഡെവലപ്പ് ചെയ്യാന്നാണ്. മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ മറ്റൊരു പേരാണ് ഓവ്യൂള്. അതേപോലെ തന്നെ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നറിയപ്പെടുന്ന ആള് പോളൻ ഗ്രെയിൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, എന്നാലും പറയാണ് കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് എംബ്രിയോ സാക്ക്. ഓക്കെ, ഇത് ഇത്രയും ഒരു ഏരിയ, ഇത് ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്താവും? സൈഗോട്ട് ഡെവലപ്സ് ടു എംബ്രിയോ ആവും. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണതാണ്. ഇത് സാധനം മാറി കേട്ടോ. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണതാണ്. സൈഗോട്ട് ഡെവലപ്സ് ടു എംബ്രിയോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പെന്നും പെക്കും ഒക്കെ എന്താവുക? എൻഡോസ്പേം. അതൊക്കെ കറക്റ്റ് എൻഡോസ്പേം ആയിട്ട് മാറും. അതേപോലെ തന്നെ സാറേ ഓവ്യൂളോ സാറിന് അറിയാലോ. ഓവ്യൂളോ എന്താവുക? സീഡ്. ഓവറി ഫ്രൂട്ടാവും. അപ്പോൾ സാറേ ബാക്കി മറ്റേ എംബ്രിയോസാക്കിൻ്റെ ഒക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നശിച്ചു കേട്ടോ. ആൻറ്റിപോഡൽസ്, സിനർജിഡ്സ് ഒക്കെ നശിച്ചു പോവുക ചെയ്യുക കേട്ടോ. എടാ, ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. ഈ കാര്യങ്ങളൊന്നും ഓവറി ഫ്രൂട്ട് ആവുക, ഓവ്യൂള് സീഡാവുക, പെന്ന് എൻഡോസ്പോം ആവുക, സൈഗോട്ട് എംബ്രിയോ ആവുക. ആ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കണം. അതേപോലെ തന്നെ വരുന്നൊരു സാധനമാണ് ഇൻറ്റഗിമെൻസ്.
ഒവ്യൂളിൻ്റെ സ്ട്രക്ചേഴ്സാണ്. ഇൻഡെഗ്യുമെൻറ്റ്സ് അതെന്താവുക എന്ന് ചോദിച്ചാൽ ഡെവലപ്പ് ചെയ്തിട്ട് സീഡിൻ്റെ വാളാവും, സീഡിൻ്റെ വാളായിട്ട് മാറും. മൈക്രോപൈലൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ആ ഹോളൊക്കെ സീഡിൻ്റെ ഒരു ഹോളായിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ് പ്ലോയിഡി. ഓരോന്നിൻ്റെ പ്ലോയിഡ് എത്രയും നിൻ്റെ മക്കൾ ഒന്നിങ്ങനെ പറഞ്ഞു പോയിക്കേടാ. മെയിൽ ഗാമീറ്റ് എന്, എഗ് എന്, സിനർജിഡ്സ് എന്, പോളാർ ന്യൂക്ലിയൈ 2n, മറക്കരുത്, പെന്ന് 3n. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ചൊന്നാലും അതിനെ കിട്ടണം. അപ്പം ആൻറ്റിപോഡൽസ് അതൊക്കെ എന്നാണ്, ഒറ്റതേ ഉണ്ടാവുള്ളൂ, എന്ന് കുഴപ്പമില്ലല്ലോ. ഈ സാധനങ്ങൾ എങ്ങനെ പോയാലും നമുക്ക് തെറ്റാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ എഗ്, സിനർജിഡ്സ്, ആൻറ്റിപോഡൽസ് എല്ലാം എഴുതി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ പ്ലോയിഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലോയിഡിയുടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അങ്ങനെ എനിക്ക് ഒന്നും കൂടി ചോദിക്കട്ടെ. മൈക്രോസ്പോർ എന്ന്, മെഗാസ്പോർ എന്ന്. അങ്ങനെയാണെങ്കിൽ വേറെയും ചോദിക്കാം. മൈക്രോസ്പോർ മദർ സെൽ 2n, മെഗാസ്പോർ മദർ സെൽ 2n ആണ്. മെഗാസ്പോർ മദർ സെല്ലിനെ മിയോസൈറ്റ് സെൽ എന്ന് വിളിക്കാം, മിയോസൈറ്റ് സെൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എടാ എന്നാ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയടാ, ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അയ്യോ സിമ്പിൾ, ഫിഗറും കണ്ടു ഇതും കണ്ടു, ഉറപ്പ്. എന്തൊക്കെയാണ് മക്കളെ? ഹൈലം എവിടെയാണ് വരിക? ഹൈലം ഏതാടാ? ഇതാ നോക്കിക്കോ, എ. കണ്ടോ സാർ? ഒന്ന് കളറൊന്ന് മാറ്റണ്ട, നോക്കടാ. ഹൈലം എവിടെയാണ് ഏതാണെന്നുള്ളത് നോക്കിയോ. ഹൈലം എ കിട്ടി, കണ്ടോ? ജംഗ്ഷൻ. ഫ്യൂണിക്കൽ ബി. മൈക്രോപൈലർ പോൾ ഈ ഒരു ഏരിയ മൈക്രോപൈലർ പോൾ സി. ന്യൂസെല്ലസ് ഈ ഒരു ചുറ്റുള്ളൊരു ഏരിയ ന്യൂസെല്ലസ് ഡി. ചലാസെൽ പോൾ ഇത് ഇ. എംബ്രിയോസാക് എഫ്. കിട്ടി സിമ്പിൾ സാധനം. ഇതാ ചിത്രം പഠിച്ച ഏത് പൊട്ടനും പറ്റും ആൻസർ ചെയ്യാം. എടാ നോക്കൂ, സിമ്പിൾ സാധനം. എൻ്റെ മക്കൾ അടിച്ചു പൊളിച്ച് എഴുതൂലേ. എപ്പി ഇല്ലേ, എൻഡോ, മിഡിൽ, ടപ്പ്. എടാ കിട്ടൂടാ, മൈക്രോസ്പൊറാഞ്ചിയത്തിന് ലെയറടോ, അതൊന്നും ഇപ്പോൾ പറയാനില്ല. എടാ ഇത് ഇമ്പോർട്ടൻസ്. ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ സാറ് പറഞ്ഞിരുന്നു മക്കളെ. ഈ എ ഭാഗത്താണ് പ്ലിമ്യൂൾ വരിക, പ്ലിമ്യൂൾ. ബി കോട്ടിലിഡൻ. ഇത് ഹൈപ്പോകോട്ടയിലാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹൈപ്പോകോട്ടയിൽ ഫിഗേഴ്സ് പഠിക്കുക. ഇത് നമ്മളെ റാഡിക്കൽ ഭാഗം വരും. റാഡിക്കൽ അതിൻ്റെ അടിയിലുള്ള റൂട്ട് ക്യാപ്പൊക്കെ വരും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഫിഗർ സാറ് പറഞ്ഞല്ലോ, ഇതിലൊരു ഫിഗർ പോലും നമുക്ക് വിടാനില്ല, കയ്യിൽ നിന്ന് ഒഴിവാക്കാനില്ല. It's a beautiful question. In maize, the chromosome number present in the myocyte is 20. What is myocyte? Meiosis നടക്കാൻ പോകുന്ന സെല്ല്, that is mother cell. മദർ സെല്ലിൻ്റെ നമുക്കറിയാം, that is 2n ആയിരിക്കും. മിയോസിസ് നടക്കാൻ പോണ സെല്ല്, ഇപ്പോൾ മൈക്രോസ്പോർ മദർ സെൽ, അതിനെല്ലാം മിയോസിസ് നടക്കാം. അപ്പോൾ അതിന് 2n മിയോസൈറ്റ് ഈസ് 20. 2n ഈസ് 20 എന്ന് തന്നിട്ടുണ്ട്. ഗിവൺ ബിലോ ദ ക്രോമസോം നമ്പർ ഓഫ് ദ ഫോളോയിങ്. ഈ ക്രോമസോം നമ്പർ താഴത്തിന്. ഇത് മെയ്സിൻ്റെ പോളൻ മീൻസ് പോളൻ ഗ്രെയിൻസിൻ്റെ നമുക്കറിയാം n. മെയ്സിൻ്റെ എൻഡോസ്പോം നമുക്കറിയാം 3n. പഠിച്ചതാണ്, അത്രയും പഠിച്ചതാണ്. ഇനി അവിടെ തന്നത് 2n ഈസ് ഈക്വൽ ടു, അതായത് മിയോസൈറ്റിൻ്റെ 2n ആണെന്ന് നമുക്കറിയാം. സോ 2n ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നു. സോ n ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. സോ ഇവിടെ മെയ്സ് പോളൻ ഗ്രെയിൻസിൻ്റെ നമുക്ക് n ആണെന്നറിയാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10. ഇവിടെ എൻഡോസ്പോം 3n ആണെന്നറിയാം. സോ 3 × 10 ഇറ്റ് ഈസ് ഈക്വൽ ടു 30. സിമ്പിള് മക്കളെ. ഒന്ന് മനസ്സിലായില്ലയോ നോക്കണം. ഈ മിയോസൈറ്റ് എന്താണെന്ന് ഒന്ന് മനസ്സിലായാൽ മതി. മിയോസിസ് നടക്കുന്ന സെൽ, ദാറ്റ് ഈസ് മദർ സെൽ. സിമ്പിൾ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മൈക്രോസ്പൊറാഞ്ചിയം നരിഷസ്, ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് ഭക്ഷണം കൊടുക്കുന്ന മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇന്നർമോസ്റ്റ് ആള് ടപ്പേറ്റം. എടാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോയിക്കോട്ടോ. എല്ലാം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ ചാൻസ് ഉണ്ട്.
After syngamy and triple fusion in embryo sac, embryo will be diploid and the endosperm will be embryo diploid ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n. എൻ്റെ മക്കൾക്ക് അറിയാം ഹാപ്ലോയിഡോ, ഹാപ്ലോയിഡ് ഈക്വൽ ടു n, ഡിപ്ലോയിഡ് ഈക്വൽ ടു 2n. അപ്പം എന്തായിരിക്കും 3n പറയുക? ട്രിപ്ലോയിഡ്സ്. എൻഡോസ്പേം 3n ആണെന്ന് നമുക്കറിയാം. സോ എൻഡോസ്പേം ഈസ് ട്രിപ്ലോയിഡ്സ്. എടാ അങ്ങനെ നോക്ക്, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് double fertilization occur during sexual reproduction. നമുക്കറിയാം one of the event of double fertilization is triple fusion. Name the other event. syngamy. ഞങ്ങളോടോ സാറേ, ഞങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ. കിട്ടി. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് സെലക്ട് ടു ഹാവിങ് ഹാപ്ലോയിഡ് ക്രോമസോം. അതായത് താഴെ തന്നതിൽ 2 പേർക്ക് ഹാപ്ലോയിഡ് ഉണ്ട്. ഹാപ്ലോയിഡ് മീൻസ് n ആണ്. പറയടാ പെട്ടെന്ന് സാറ് നോക്കട്ടെ. സൈഗോട്ട് 2n ആണ്. എൻഡോസ്പേം 3n ആണ്. പോളൻ ഗ്രെയിൻസ് ഇറ്റ്സ് n. എഗ് ഇറ്റ്സ് n. ഗോളറ്റ്. കിടില സാധനം, കിടുക്കാച്ചി സാധനം, കിർമാണി സാധനം. എടാ നോക്കടാ, നല്ല ക്വസ്റ്റ്യൻ എഴുതുന്നു കേട്ടോ, അത് നല്ല ക്വസ്റ്റ്യൻ എഴുതും. ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി. പറടാ അവരേതിന് കൊടുക്കാം? പേര് കേൾക്കുമ്പോൾ ചില ചെക്കന്മാർ ഓടി മണ്ടും വാട്ടർക്ക്. ആണോ? അല്ല. ദാറ്റ് ഇസ് വിൻഡ് ആൻഡ് ഇൻസെക്ട് പോളിനേഷൻ. പേര് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്, ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എടാ ഇത് വരാൻ നല്ല ചാൻസ് ഉണ്ട്, ഈ ഏരിയയിലൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ദ ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഈസ് കമ്പോസ്ഡ് ഓഫ്. ഔട്ടർ ലെയറിന് പറയുന്ന പേരാണ് എക്സൈൻ. ഔട്ടർ ലെയറിന്റെ നെയിം അല്ലല്ലോ ചോദിച്ചത്. ഔട്ടർ ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ്. എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ സ്പോറോപൊളിനിൻ അല്ലേ. എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. എക്സൈൻ ആണ് സ്പോറോപൊളിനിൻ. എക്സൈൻ എന്ന് പറയുന്ന ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സ്പോറോപൊളിനിൻ. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, കമ്പോസ്ഡ് ഓഫ് എന്തുകൊണ്ട് ഉണ്ടാക്കി, അല്ലാണ്ട് ഔട്ടർ ലെയർ ഏതാണെന്നല്ല ചോദിച്ചത്. ഈ സമയത്ത് സാർ ഒരു കാര്യം കൂടി പറയാം. ഇൻഡൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ് കേട്ടോ. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ് ഇൻഡൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് മക്കളെ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വെരി നൈസ്. ഇൻഡൈൻ, സെല്ലുലോസ്, എക്സൈൻ, സ്പോറോപൊളിനിൻ. മക്കളെ സാറ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, 10-12 റഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മക്കളെ PYQ ഒക്കെ ഇരുന്ന് ചെയ്യുക, നോട്ട്സൊക്കെ മുഴുവൻ ഒന്ന് പഠിക്കുക. ഓക്കെ എടാ, സിമ്പിളാണ്, സാധനങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.